ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും വേദപുസ്തകം എടുത്ത് യെരമ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് നീങ്ങാം. പഴയ നിയമത്തിലെ പുസ്തകമാണ് യെരമ്യാവിൻ്റെ പ്രവചനം. നിങ്ങൾ യെരമ്യാവിലേക്ക് തിരിയുമ്പോൾ ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. യെരമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ തെക്കേ ദേശമായ യഹൂദയിലേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. അറിഞ്ഞൂടാത്തവരുടെ അറിവിന് വേണ്ടി പറയുകയാണ്. ശലോമോന്റെ കാലത്ത് രാജ്യം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ രാജ്യം രണ്ട് ദേശമായി. വടക്കേ ദേശമായ ഇസ്രായേലും, വടക്കെന്ന് പറഞ്ഞാൽ നോർത്ത്, വടക്കേ ദേശമായ ഇസ്രായേലും തെക്കേ ദേശം സദേൺ കിങ്ഡമായ യഹൂദിയയുമായിട്ട് രണ്ട് ദേശമായി. ഒന്നാമത്തെ ദേശം, വടക്കേ ദേശം, പാപമൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അശൂർ എന്ന് പറഞ്ഞ അസീറിയൻ ആൾക്കാരുടെ കീഴിൽ പോയി. അത് കണ്ടിട്ടും പഠിക്കാത്ത കൂട്ടരാണ് യഹൂദർ, അല്ലേ? അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ച യെരമ്യാവ് അവർ മാനസാന്തരപ്പെടുന്നൊന്നും കണ്ടില്ല. അവര് ബാബേൽ രാജ്യക്കാരുടെ, ബാബേൽ വംശക്കാരുടെ പിടിയിലായി ചിതറിപ്പോയി. ഇതാണ് ചരിത്രം. യെരമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, എഴുതപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ച പ്രവാചകനാണ്. മറ്റൊരു പുസ്തകത്തിലും ഇത്രത്തോളം മാനസാന്തരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഉള്ളടക്കത്തെക്കുറിച്ചൊരു ബോധ്യം ലഭിക്കുന്നുണ്ട്. വാക്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ സങ്കീർത്തന പുസ്തകം കഴിഞ്ഞ് ഏറ്റവും നീളം കൂടിയ പുസ്തകം വാക്യങ്ങളുടെ എണ്ണത്തിൽ, അധ്യായമല്ല, വാക്യങ്ങളും വാക്കുകളുടെയും എണ്ണത്തിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പുസ്തകമാണ് യെരമ്യാവ്. എന്നാൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ചരിത്രപരമായ സമയക്രമത്തിലല്ല. നമ്മൾ ചില പുസ്തകമൊക്കെ വായിക്കുമ്പം ഒന്നാം അധ്യായം കഴിഞ്ഞാൽ അടുത്ത സംഭവമാണ് രണ്ടാം അധ്യായം, അത് കഴിഞ്ഞുള്ള അടുത്ത സംഭവമാണ് മൂന്നാം അധ്യായം. എന്നാൽ യെരമ്യാവിൻ്റെ പുസ്തകത്തിന് പൊതുവെ അങ്ങനെ ഒരു സ്വഭാവമില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ ഒന്ന് രണ്ട് അധ്യായങ്ങൾ കഴിഞ്ഞാൽ അതിനിച്ചിരി ചരിത്ര സ്വഭാവമുണ്ട്. പിന്നീട് പല പ്രസംഗങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത്, നമ്മൾ ആന്തോളജി എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ, പ്രസംഗങ്ങളുടെ ഒരു കൂട്ടം, അതിന് ചരിത്രപരമായ സമയക്രമത്തിലല്ല, ക്രോണോളജിക്കൽ ഓർഡറിലല്ല കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. ചില സംഭവങ്ങളൊക്കെ ആദ്യം നടന്നതും പിന്നെ നടന്നതെല്ലാം കൂടെ ആദ്യം കൊണ്ടുവച്ചിട്ട് പിന്നെ നടന്നത് പിന്നെയും ആദ്യം നടന്നതും അവസാനവും ഒക്കെ ഉണ്ട്. അത് എന്തുകൊണ്ട് യെരമ്യാവ് അങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് ഇന്നും പലർക്കും അറിഞ്ഞൂടാ. നമ്മുടെ വേദപണ്ഡിതന്മാർക്കൊക്കെ ഓരോ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മെസ്സേജിൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും, പിന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ഇന്ന് മുഴുവൻ യെരമ്യാവിലാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മുൻപോട്ടും പിൻപോട്ടും ഒക്കെ പോയെന്നിരിക്കും. അത് മതി, അത്രയും മതി ആമുഖം. നമ്മൾ യെരമ്യാവിൻ്റെ പുസ്തകം മൊത്തം പഠിക്കാൻ പോവുകയല്ല. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് 3 വേദഭാഗങ്ങൾ എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ ജനം ദൈവവചനത്തോട് പ്രതികരിക്കാതെ ഇരുന്നത്, അതിൽ നിന്ന് നമ്മൾ വചനത്തോട് പ്രതികരിക്കുന്നതിൽ അഭിമുഖീകരിക്കുന്ന 3 പ്രശ്നങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മീയതയുടെ ഹൃദയഭാഗം, കാതലായ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ദൈവവചനത്തോട് ഹൃദയത്തിൽ നിന്ന് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. ആത്മീയതയുടെ ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആത്മീയതയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഹാർട്ട് ഓഫ് ദ മാറ്റർ ഇസ് ദ മാറ്റർ ഓഫ് ദ ഹാർട്ട്. ആത്മീയതയുടെ ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആത്മീയതയാണ്. അല്ലാതെ ബാഹ്യമായ നമ്മുടെ ചേഷ്ടകളിലോ യോഗത്തിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തിലോ ഒന്നുമല്ല. ഹൃദയം ദൈവവചനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു അതനുസരിച്ചാണ് ആത്മീയതയിലുള്ള വളർച്ച. അതുകൊണ്ടാണ് ദൈവവചനത്തോടുള്ള പ്രതികരണം എന്ന വിഷയം ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യെരമ്യാവിൻ്റെ പുസ്തകം എടുത്ത് 6-ാം അധ്യായത്തിലേക്ക് തിരിയാം. ഒന്നാമത്തെ നമ്മുടെ വേദഭാഗം അവിടെയാണ്. ഞാൻ തന്നെ വായിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം. യെരമ്യാവ് 6:8. ഇത് മനുഷ്യരുടെ അഭിപ്രായമല്ല, ആശയമല്ല, ദൈവനിശ്വാസീയമായ ദൈവത്തിൻ്റെ വചനമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. യെരൂശലേമേ, എൻ്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച് യെരമ്യാവ് യെരൂശലേമിൽ പ്രസ്താവിച്ച ദൂത്. എന്താണ്? ഉപദേശം കൈക്കൊള്ളുക. ഉപദേശം എന്ന് പറയുമ്പോൾ
മാതാപിതാക്കൾ പിള്ളേർക്ക് കൊടുക്കുന്ന ഉപദേശമല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശം. ഉപദേശം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഡോക്ട്രിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ടീച്ചിങ്, വചനം പഠിപ്പിക്കുന്ന കാര്യം, അല്ലാതെ അഭിപ്രായവും പരിചയസമ്പത്തിൽ നിന്നുള്ള ആശയവുമൊന്നുമല്ല. ചിലർക്ക് ഉപദേശം നൽകുമ്പോൾ ഉപദേശം അല്ലെ, പിള്ളേർക്കൊക്കെ ഉപദേശം നൽകുമ്പോഴേ അവർ ഓർമ്മ. ആ ഉപദേശമല്ല, ഇത് ദൈവവചനത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഉപദേശം കൈക്കൊള്ളണം നിങ്ങൾ, എങ്കിലേ ഞാൻ നിങ്ങളിൽ കടാക്ഷിക്കുകയുള്ളൂ എന്നാണ് കർത്താവ് പറയുന്നത്. തുടർന്ന് വായിക്കാം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു? നീ ആരോട് പറഞ്ഞ ഇവന്മാർ കേൾക്കും? അല്ലേ, രാജാക്കന്മാരോട് പറഞ്ഞു നോക്കി, പ്രഭുക്കന്മാരോട് പറഞ്ഞു നോക്കി, പ്രവാചകന്മാരോട് പറഞ്ഞു നോക്കി, പുരോഹിതന്മാരോട് പറഞ്ഞു നോക്കി, സാധാരണ ജനങ്ങളോട് പറഞ്ഞു നോക്കി, ഒരുത്തനും കേൾക്കുന്നില്ല. ഇനി ആരോട് പറഞ്ഞ ഇവനൊക്കെ കേൾക്കും എന്നാരാ ചോദിക്കുന്നത്? പ്രവാചകനല്ല, കർത്താവ് ചോദിക്കും. എന്തൊരു ഗതികേടാ കർത്താവിൻ്റെ, അല്ലേ? ഇത് ഏതെങ്കിലും നിരീശ്വരവാദിയോടോ നമ്മൾ പറയുന്ന ജാതീയരോടോ ആണോ? ഇത് വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, കർത്താവിൻ്റെ ആലയത്തിൻ്റെ ജനമാണ് ഇത്. യെരൂശലേം, മറ്റേ ഇസ്രായേലുകാർക്ക് ജെറൂസലേം ഒന്നും ഇല്ലായിരുന്നു, അവർ സമരിയയിൽ വേറെ ആലയമൊക്കെ പണിഞ്ഞ്. അപ്പോൾ അങ്ങനെ വേണേൽ പറയായിരുന്നു തെറ്റായ ആരാധന, നമ്മുടെ കത്തോലിക്കരെ പോലെ തെറ്റായ ആരാധന എന്ന് പറയും. ഇത് വിശ്വാസി, യഥാർത്ഥ ആലയത്തിൻ്റെയൊക്കെ ആൾക്കാര്, ഇവരോട് സംസാരിക്കാൻ കർത്താവിന് പറ്റുന്നില്ല. എന്തൊരു ഗതികേടാ അല്ലേ? 40 വർഷം ഈ പ്രവാചകൻ അയച്ച് ഒരുത്തനും കേൾക്കുന്നില്ല. പക്ഷെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതുപോലൊരു ജാതി വേറുണ്ടോ, അല്ലേ? ഒരു പാട്ടുണ്ടല്ലോ അങ്ങനെ, യഹോവ ദൈവമാം വിശിഷ്ട, ഇതുപോലൊരു ജാതി വേറുണ്ടോ? നമ്മുടെ ഒരു ഭാഗ്യം. പക്ഷെ ഇവര് കർത്താവ് ചോദിക്കുക, ആരോടായിരുന്നു പറഞ്ഞു പോകുന്നത്? ഈ ബ്രദറോട് ആരോട് പറഞ്ഞു ഇവര് കേൾക്കും? അല്ലേ, കഷ്ടം അല്ലേ? ഞാൻ ആരോട് സാക്ഷീകരിക്കേണ്ടു? അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായകയാൽ. പരിച്ഛേദന ചെവിക്കല്ല കൊടുക്കുന്നത്, പക്ഷെ പരിച്ഛേദന എന്ന് ഉദ്ദേശിച്ചത് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ചെവി അവർക്കില്ല. അവരുടെ ചെവി ദൈവത്തിന് കൊടുത്തിട്ടില്ല. അവര് ഇല്ലായകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്നയായിരിക്കുന്നു, അവർക്കതിൽ ഇഷ്ടമില്ല. എല്ലാവരും കണ്ടോ എന്തുകൊണ്ടാ ഉപദേശം കൈക്കൊള്ളാത്ത? ദൈവവചനത്തിൽ ഇഷ്ടമില്ല. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമില്ലാത്ത കാര്യം ആരും കേൾക്കത്തില്ല, അത് കേൾക്കാൻ ആരും നിന്നും കൊടുക്കത്തില്ല, അല്ലേ? അവർക്ക് ഇഷ്ടമില്ല, അതവർക്ക് നിന്നാപാത്രം. ഇതൊക്കെ ആർ കേൾക്കണേ? മണ്ടത്തിലൊക്കെ അങ്ങനെ പുച്ഛിച്ചു തള്ളുകയാണ് ഉപദേശത്തെ. നമ്മുടെ നാട്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഉപദേശം പ്രസംഗിച്ച പിന്നെ പ്രസംഗന്മാരെ ഒന്നും വിളിക്കത്തില്ല. അടുത്ത ആഴ്ച നിങ്ങൾക്കൊരു അനുഗ്രഹം അതാ വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ വരും, ബ്രദറെ 10 മീറ്റിംഗ് നടത്താവും. ഉപദേശമൊക്കെ ആർക്ക് വേണമെങ്കിൽ പോകുന്നുണ്ട്, അല്ലേ? എന്താ കാരണം? എന്താ? ഉപദേശം കടികട്ടിയാണ്. മറ്റേ അനുഗ്രഹ മെസ്സേജ് എല്ലാവർക്കും മനസ്സിലാവും. അതല്ല, ഇഷ്ടമില്ല. നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ദൈവജനത്തിന് ഉപദേശ ശുശ്രൂഷ ഏറ്റെടുക്കാത്ത? ഇഷ്ടമില്ല, അല്ലേ? അപ്പോൾ അതാണ് ഇവരുടെ ഒരു പ്രശ്നം. പക്ഷെ അതല്ല നമ്മളിവിടെ ചിന്തിക്കുന്നത്. എന്താ ഇവർക്ക് ഇഷ്ടമില്ലാത്ത? അപ്പം എന്തുകൊണ്ടാണ് കേൾക്കാത്ത? ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്ത? അതിന് 13-ാം വാക്യം നോക്കുക. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. അതാണ് ഇഷ്ടം. എന്താ ദ്രവ്യം? പണം, അല്ലേ? ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ബാലന്മാര് മുതൽ വൃദ്ധന്മാര് വരെ ഉപദേശം ഇഷ്ടപ്പെടാതെ അവർക്കിഷ്ടം പണം, പണമോഹം, സ്വയലാഭം, അല്ലേ? സ്വന്തം ലാഭം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇത് തന്നെയല്ലേ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്കെടുക്കാം പുതിയ നിയമത്തിലെ വാക്യങ്ങൾ. ആരെങ്കിലും വായിച്ച് സഹായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം ഒരാളെടുത്ത് വായിച്ചാലും മതി, ബാക്കിയുള്ളവർ കുറിച്ച് വെച്ചാൽ മതി. നമുക്കൊക്കെ അറിയാം. ഈ സഭയിൽ പൊതുവെ ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, എന്നാലും സമയമെടുത്ത് നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ച ആരെങ്കിലും. ലൂക്കോസ് 16:13. 2 യജമാനന്മാരെ ഭൃത്യൻ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ശരിയായ അർത്ഥം അടിമയാണ്. കാരണം ഭൃത്യന്മാർക്ക് 2, 3, 5 അല്ലെ? നമ്മുടെ വീട്ടിൽ വരുന്ന വേലക്കാരി തൊട്ടപ്പുറത്തെ വീട്ടിലും പോകും. വേലക്കാരുടെ കാര്യമല്ല, അടിമയുടെ കാര്യമാണ്. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥ അവകാശം എഴുതി കൊടുക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന വേലക്കാരി ഉടമസ്ഥാവകാശം ഒന്നും എഴുതി തന്നിട്ടില്ല, അല്ലെ? പക്ഷെ എൻ്റെ വീട്ടിൽ കിടക്കുന്ന കസേരയുടെ ഉടമ ഞാൻ തന്നെയാണ്. കസേര തല്ലിപ്പൊളിക്കാൻ എനിക്ക് വേണമെങ്കിൽ. അന്ന് അടിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഉടമയുടെയാണ്.
അതാണ് അടിയാനും ഉടയോനും തമ്മിലുള്ള ബന്ധം. എനിക്ക് വേണേൽ എൻ്റെ അടിമയെ തല്ലിക്കൊല്ലാം. എൻ്റെ അടിമ വേറൊരുത്തൻ്റെ വീട്ടിൽ പോയി ജോലി ചെയ്യത്തില്ല. അതാണ് ഭൃത്യനല്ല, അടിമയാണ്. 2 യജമാനന്മാരെ ഒരേ അടിമയ്ക്ക് സേവിപ്പാൻ കഴിയുകയില്ല. ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. അങ്ങനെങ്ങാനും ശ്രമിച്ചാൽ കൂറെപ്പോഴും ഒരു ഉടമയോടെ കാണത്തുള്ളൂ, മറ്റവനെ പകയ്ക്കുക. ഇതെന്തിനെ കുറിച്ചാ പറയുന്നേ? വായിച്ചേ താഴോട്ടെ. ദൈവത്തെയും മാമോൻ എന്ന് പറഞ്ഞാൽ ധനത്തിന്റെ ദൈവമാണ് അന്നത്തെ കാലത്തെ. നിങ്ങൾക്ക് യഹോവയെയും ധനത്തെയും പണത്തെയും ഒരേപോലെ പറ്റത്തില്ല. നമ്മൾ വിചാരിച്ച് പിശാചും ദൈവമായിരുന്നു, അതാണ് എളുപ്പമായിരുന്നു. പിശാചേ, യേശുവേ സ്തോത്രം. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തിയും ദ്രവ്യാഗ്രഹവും ചേർന്ന് പോകത്തില്ലെന്ന് ഇന്ന് ടി വിയിലൊക്കെ വരുന്ന വമ്പന്മാർ പറയുന്നത് പറ്റും. യേശുവിന് അറിയാത്ത തിയോളജിയൊക്കെ നമുക്കറിയാവുന്നു. ഇന്ന് ഏത് കൺവെൻഷൻ സ്റ്റേജിൽ പോക്കോ, തട്ടുപൊളിപ്പൻ സഭകളിൽ പോക്കോ, ടി വി തുറന്നു വെച്ചോ, സായിപ്പ് മുതൽ ലോക്കല് തങ്കപ്പം വരെ പ്രസംഗിക്കുന്നുണ്ട്. എന്താണ് അതൊക്കെ പറ്റുമെന്ന്? ദൈവമേ ദ്രവ്യാഗ്രഹത്തിന് ഇരിക്കുന്നവനെ നിങ്ങളെ കോടിപതിയാക്കും. വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പാവപ്പെട്ടനെ ജീവിക്കുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് വരണം, ഹോളി സ്പിരിറ്റ് ബിസിനസ് മീറ്റിംഗ്. ഇവന്മാരെല്ലാം പറയുന്നത് ലൂക്കോസ് 16:13 തെറ്റാണെന്നാണ്. അപ്പൊ കർത്താവ് പറഞ്ഞത് അവിടെ ശ്രദ്ധിച്ചോ. ഒന്നെങ്കിൽ ദൈവഭക്തി അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം, രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. ഇത് തന്നെയല്ലേ യെരമ്യാവും പഠിപ്പിക്കുന്നത്. എല്ലാരും ആപാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാണ്. അതുകൊണ്ട് എന്ത്? ഉപദേശം കൈക്കൊള്ളത്തില്ല, ദൈവവചനം ഇഷ്ടമില്ല. നീ തുടർന്ന് വായിച്ച അതിന്റെ 14ഉം 15ഉം അവിടെ അന്നത്തെ ചേട്ടന്മാരുണ്ടായിരുന്നു, അവിടെ പരീശന്മാര്. 14-ാം വാക്യവും 15ഉം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 16. ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ, അന്നത്തെ ഏറ്റവും വലിയ ഭക്തന്മാര് കേട്ട് ആരെ പരിഹസിച്ചു? എന്തോ ഉപദേശമാണ്, പണമൊന്നും പാടില്ല. പണം അല്ലയോ ദൈവം അനുഗ്രഹിച്ച അവളെ ഏറ്റവും വലിയ ലക്ഷണം. ഇന്നത്തെമാരും അതിനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു ഏറ്റവും വലിയ ലക്ഷണം ബാങ്കിൽ നോക്കിയാൽ മതി. പരീശനും പറയാണ്, ഇത് എവിടുന്ന് വന്നടാ ഈ ആശാനി? അല്ലെ, അവർക്ക് പുച്ഛമായിരുന്നു. അവരുടെ സെമിനാരിയിലൊന്നും പോകാത്ത ആളായിരുന്നു യേശു. മാത്രമല്ല പ്രായം വെറും 30കളിലേ ഉള്ളൂ. ഇത് 60 വയസ്സൊക്കെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നിട്ട് ഏതവനാണ് ഈ ചെറുക്കൻ? ദ്രവ്യാഗ്രഹികൾ പുച്ഛിച്ചു. വായിച്ചോ 15-ാം വാക്യം. യേശു ക്രിസ്തുവിന്റെ മറുപടി. വല്ല ദ്രവ്യാഗ്രഹം ചെയ്തേച്ച് അതിന് നീതീകരണം, ഒരു തിയോളജിയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദൈവത്തിന് നിന്റെ ഹൃദയം അറിയാം, നിനക്ക് ദൈവഭക്തി ഇല്ല, ദ്രവ്യാഗ്രഹമേ ഉള്ളൂ. അപ്പൊ ഈ ദൈവഭക്തിയും ദ്രവ്യാഗ്രഹവും എവിടാ? ഹൃദയത്തിലാണ്. അതാണ് നോട്ട് ചെയ്യേണ്ട കാര്യം. ബാഹ്യമായിട്ട് ചിലപ്പോൾ നമ്മളൊക്കെ ഇതുപോലെ ഈ സഭയിലൊക്കെ വന്നിരുന്നിട്ട് ഞങ്ങള് വിജിച്ചായന്റെ സുവിശേഷം കേട്ട് വളർന്നവരാണ്, ഞങ്ങൾക്ക് ദ്രവ്യാഗ്രഹമൊന്നും ഇല്ലെന്നൊക്കെ പറയുമായിരിക്കും. ദൈവം ഹൃദയത്തിലാണ് നോക്കുന്നത്. അല്ലാതെ പാറശാല സഭയിൽ വന്നിരിപ്പുണ്ട് അവർക്കൊന്നും ദ്രവ്യാഗ്രഹം ഇല്ലെന്നല്ല. അല്ലെ, എന്നെ പോലെ അവൻ വിശ്വാസത്താൽ ജീവിക്കുന്ന സുവിശേഷകനാണ്, അവനൊരു ദ്രവ്യാഗ്രഹം ഇല്ലെന്ന് നിങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷെ ദൈവം നോക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം ഉണ്ടോ, ദൈവഭക്തി ഉണ്ടോ? ബാഹ്യമായതല്ല, ഉപദേശം എഴുതി പരീക്ഷ പാസ്സാകുന്നതിനെ കുറിച്ചല്ല. ദൈവമോ നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നു. അടുത്ത വാചകം, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ചെറുതാകുന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അറപ്പാകുന്നു. ആ വാക്കിന്റെ പ്രത്യേകത അബോമിനേഷൻ. എബ്രായ ഭാഷയിലും അരാമ്യ ഭാഷയിലും അത് വളരെ കാതലായൊരു വാക്കാണ്. അതെടുത്ത് പഠിക്കണം. ലേവ്യ പുസ്തകത്തിൽ സ്വവർഗരതിയെ കുറിച്ച് കർത്താവ് പറയുന്ന വാക്കാണ്. അത് അറപ്പാകുന്നു. സ്വവർഗരതി നിങ്ങൾക്കൊക്കെ അറപ്പാണോ? പോക്കാനം വരുന്നുണ്ടോ? അതുപോലെ തന്നെ സദൃശ്യവാക്യത്തിലും പറയുന്നുണ്ട്, ഹൃദയത്തിൽ ഗർവുള്ളവൻ. സ്വർഗരതി മാത്രമൊന്നുമല്ല, നമ്മളെപ്പോലെ ഹൃദയത്തിൽ നെകളം വെക്കുന്നവനും യഹോവയ്ക്ക് അറപ്പാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മനുഷ്യരുടെ ഉയർന്നത്. എന്തോ ഈ മനുഷ്യരുടെ ഉയർന്നത്? പണം വെച്ചുള്ള വീമ്പ് പറച്ചിൽ ഉയർന്നത്. അയാൾക്ക് കണ്ടോ 15 ലക്ഷത്തിന്റെ കാറുണ്ട്. ദൈവം പറയുന്നു, കണ്ടൊരുത്തൻ
ഓക്കാനത്തെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേ? നമ്മൾ ആരെങ്കിലും ഓക്കാനത്തെ പ്രശംസിക്കൂ? കണ്ടോ ആ കളറ് കണ്ടോ, ഇവിടെ കണ്ടോ ഒരു ചെറിയ, അല്ലേ? നിങ്ങൾക്കൊക്കെ ഓക്കാനം വരുന്നു ഇപ്പൊ കേട്ടപ്പോൾ തന്നെ. ദൈവം സ്വർഗത്തിൽ ഇരുന്ന് നിങ്ങളൊക്കെ മറ്റേ കാറ് കണ്ടോ, വീട് കണ്ടോ, അവിടെ കണ്ടോ, ബാത്റൂമിൽ പോലും മാർബിള്. അവിടെ ദൈവം, എനിക്കാണെങ്കിൽ നോസി വരുന്നു കേട്ടോ, ഓക്കാനം വരുന്നു ഇവൻ്റെയൊക്കെ ഈ സംസാരം കേട്ടിട്ട്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. പണത്തെക്കുറിച്ച് വീമ്പ് പറയലും അതിൽ സന്തോഷിക്കുകയും ഉത്സാഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് അറപ്പാകും. നമുക്ക് ഇതാണോ പണത്തോടുള്ള നമ്മുടെ ഹൃദയം, നമ്മുടെയൊക്കെ ഒരു സമീപനം? സ്വത്തുവകകൾ നാളെ 10 കോടി രാവിലെ കിട്ടുന്നു. നിങ്ങൾ പറയോ, ഒക്കാനം വരുന്നത് കേട്ടിട്ട് തന്നെ, അല്ലേ? ദൈവഭക്തന്മാരങ്ങനെ ആയിരിക്കണം. ആവശ്യത്തിനുള്ള പണമൊക്കെ ദൈവം തരും, അല്ലാതെ പണം ഒന്നും വേണ്ടെന്നല്ല എനിക്ക് പറയുന്നത്. പക്ഷേ പണമോഹം. എത്ര പേര് സ്വപ്നം കണ്ടിട്ടുണ്ട്? അങ്ങോട്ട് പോകുമ്പോൾ വഴിയിലൊരു പേഴ്സ് കിടക്കും, തുറന്നു നോക്കുമ്പോൾ 1 ലക്ഷം രൂപ. ഒരുപാട് ആണുങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, അല്ലേ? എങ്ങാനും ഒരു പേഴ്സ് കാണാൻ കളഞ്ഞു കിട്ടി. നമ്മുടെ എല്ലാ സ്വപ്നത്തിലെ ദൈവം പണമാകുന്നു. കുറച്ചുകൂടെ പണം ഉണ്ടായിരുന്നു, നല്ല ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കരുത്, നല്ല സ്ത്രീധനം വാങ്ങിച്ചൊന്ന് കേട്ട. ഇത് കണ്ടോ, സ്വപ്നം മുഴുവൻ പണമാണ്. കുറച്ച് ആളായിട്ട് വേണം ഇവരെയൊക്കെ ഒന്ന് കാണിക്കാൻ, അല്ലേ? ഞാൻ വലുതായിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം പണമാണ്. ഇതെല്ലാം കർത്താവ് പറയാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോസിയെ കയറ്റി അയക്കുക. ഒക്കാനിക്കാൻ വരുന്ന കർത്താവിന്. ദൈവത്തിന് അറപ്പാകുന്നു. ദൈവത്തിന് അറപ്പുള്ളത് ദൈവജനത്തിനും അറപ്പുള്ളതായിരിക്കണം. അപ്പൊ ഇവിടുത്തെ കാതലായ വിഷയം നിങ്ങൾ ഓർക്കണമേ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ യജമാനനോട് സ്നേഹം വന്നാൽ ദൈവമെന്ന യജമാനോട് അതേ സെക്കൻഡിൽ പക വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പമൊക്കെ നിങ്ങളുടെ വിശുദ്ധി കുറയുമെന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. പകയ്ക്കും, ഹേറ്റ്രഡ്. അപ്പോൾ ദൈവഭക്തി 1 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നശിപ്പിക്കണമെങ്കിൽ എന്ത് കയറ്റി വിട്ടാൽ മതി? ദ്രവ്യാഗ്രഹം കയറ്റി വിട്ടാൽ മതി. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ പാസ്റ്റർമാര് ദ്രവ്യാഗ്രഹം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതെന്ന്? പിശാചിന് ഇത്ര എളുപ്പത്തിൽ ദൈവഭക്തി തുലയ്ക്കാൻ വേറെ ഒരു മെത്തേഡും വേണ്ട, അല്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹാരകൻ യേശു എന്ന് പറഞ്ഞു പിന്നെ ദ്രവ്യാഗ്രഹം അങ്ങോട്ട് കയറ്റും. അപ്പം തന്നെ തീർന്നു. ഇത് ചേർന്ന് പോകത്തില്ലെന്നായി പറഞ്ഞു വരുന്നു. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല. മ്യൂച്വലി കോൺട്രഡിക്ടറി എന്നൊക്കെ പറയും നമ്മൾ, അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയും. ഞാൻ സ്ത്രീയുമാണ്, ഞാൻ പുരുഷനുമാണ് എന്ന് പറയാൻ പറ്റുമോ? എന്തോ വിചിത്ര ജീവിയാണ്. അപ്പോൾ അത് ഞാൻ മനുഷ്യനുമാണ്, പട്ടിയുമാണെന്ന് ആരെങ്കിലും പറയുമോ? ഇതൊന്നും ചേർന്ന് പോകാത്തതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവഭക്തനുമാണ്, ദ്രവ്യാഗ്രഹിയുമാണ്. അല്ലല്ല, നീ ദ്രവ്യാഗ്രഹിയാണ്, ദൈവഭക്തനല്ല. നീ ദൈവഭക്തനാണെങ്കിൽ ദ്രവ്യാഗ്രഹം ഇല്ല. രണ്ടും ചേർന്ന് പോകത്തില്ല. അപ്പോൾ 1 നിമിഷം കൊണ്ട് നിങ്ങളുടെ ദൈവഭക്തി ഇല്ലാതാക്കുന്ന വിഷമാണ് ദ്രവ്യാഗ്രഹം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എങ്ങനെയും പണക്കാരനാകണം, എങ്ങനെയും ഈ പട്ടിണിയും പരിവട്ടമൊക്കെ നീക്കണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് ഒരു കൂട്ടുകാരനായിട്ട് വരുന്ന ഒരുത്തനാണ് ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ദൈവഭക്തി. 99% കേരളത്തിലെ മലയാളികളുടെയൊക്കെ ഇത്രയേ ഉള്ള ആത്മീയത. ശുശ്രൂഷയിൽ കൂടുതൽ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ദൈവം ലക്ഷ്യമല്ല, ലക്ഷ്യം പണമാണ്. പിന്നെ അത് നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ് ദൈവം, അല്ലെ? എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത് സകലത്തിനും ലാക്കായവൻ. ലാക്കെന്ന് പറഞ്ഞാൽ ലക്ഷ്യമായവൻ. നമ്മുടെ ലക്ഷ്യം ദൈവമാണോ അതോ എങ്ങനെയും പണക്കാരനായി ഒന്നാളാവണം, അല്ലെ? അങ്ങനെ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നോ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയി ദൈവഭക്തി. ഉപദേശം നിങ്ങൾ കൈക്കൊള്ളുകയില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നേരത്തെ വായിച്ചതുപോലെ ദൈവവചനം നിന്നാപാത്രമാകും. ഇപ്പൊ തന്നെ നിങ്ങൾ ചിലർക്ക് ഇതെന്തോ നീ പട്ടിണിയുടെ സുവിശേഷം, ഇവനൊന്നും വേറെ തൊഴിൽ, ഇങ്ങനെ നിങ്ങൾ ഉള്ളിൽ പുച്ഛിക്കുന്നെങ്കിൽ എന്താ പറയാ? എൻ്റെ അർത്ഥം കയറി ദ്രവ്യാഗ്രഹം വിട്ടുപുട്ട്, ഇതൊന്നും വേണ്ട, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ സന്തോഷിക്കുക എന്നൊക്കെ പറയുന്ന ദൈവവചനം കേൾക്കുമ്പം ഇതൊക്കെ നേടിപ്പിടിക്കാം, പിടിച്ചെടുക്കാം, എല്ലാം കിട്ടും എന്ന് പറയുന്നത് അതല്ലേ നല്ല മെസ്സേജ്? ഇതെന്തൊരു മെസ്സേജ് കണ്ടോ? അങ്ങനെ ഇവരും ഉപദേശത്തെ നിന്ദിച്ച് കളഞ്ഞു. കർത്താവിൻ്റെ വഴികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. മക്കളെ, ഈ ലോകത്തിലൊന്നും നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. വരുവാനിരിക്കുന്ന അതൊന്നും എനിക്കാണെങ്കിൽ ഇവിടെ കണ്ടോ? അപ്പോൾ ദൈവവചനത്തെ പുച്ഛിക്കാൻ തുടങ്ങും. എൻ്റെ മറ്റേ TV-യിലെ ഫേവറേറ്റ് പ്രീച്ചർ ഇങ്ങനെ അല്ലല്ലോ പ്രസംഗിക്കുന്നത്.
ദൈവവചനത്തെക്കാളും വലുത് ഏതോ ഒരുത്തനാണ്. അങ്ങനെ ദൈവവചനത്തെ നിങ്ങൾ നിന്ദിക്കാൻ തുടങ്ങും. അപ്പോൾ ഹൃദയത്തിൽ ദൈവവചനത്തോട് പ്രതികരിക്കാതിരിക്കുവാൻ ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷം, നമ്മൾ ഒഴിവാക്കേണ്ട വിഷം ദ്രവ്യാഗ്രഹം. മറ്റുള്ള മനുഷ്യരെ പോലെ ഈ ലോകത്തിൽ എങ്ങനെയും പിഴയ്ക്കണം, എങ്ങനെയും പണക്കാരനാകണം, എങ്ങനെയും വലിയവനാകണം എന്നൊക്കെ ഉള്ള സാധാരണ മനോഭാവത്തിൽ ദൈവത്തോട് അടുത്ത് വരികയാണെങ്കിൽ എഴുതി വെച്ചോ, അത് ദൈവഭക്തി അല്ല, അത് ഉപദേശം കൈക്കൊള്ളുകയില്ല, അത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ദൈവത്തെ മുതലെടുക്കുന്ന ഒരു മതമാണത് എന്ന് മാത്രമല്ല. താഴോട്ട് വായിക്കാം, 20-ാമത്തെ വാക്യം, യെരമ്യാവ് 6:20. ഈ ചേട്ടന്മാർ പക്ഷേ ശനിയാഴ്ചകൾ തോറും അവരുടെ പള്ളിയിൽ പോയി ആരാധനയൊക്കെ കഴിക്കും കേട്ടോ, അല്ലാതെ ആരാധനയിൽ നിന്ന് മുങ്ങി നടക്കുന്ന വിദഗ്ധന്മാരൊന്നുമില്ല. ഉള്ളിലിരിപ്പ് ദ്രവ്യാഗ്രഹമൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് ആരാധനയ്ക്കൊക്കെ വരും. അതുകൊണ്ട് തന്നെ 20-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ വായിക്കാം. ഷേബയിൽ നിന്ന് കുന്തിരിക്കവും ദൂരദേശത്തു നിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന്? നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്ക് ഇഷ്ടവുമില്ല. അപ്പൊ നേരത്തെ 10-ാമത്തെ വാക്യത്തിൽ എന്താ വായിച്ച? ഇവർക്ക് ദൈവവചനത്തിൽ ഇഷ്ടമില്ല. അങ്ങനെയുള്ളവരുടെ ആരാധനയിൽ ആർക്കും ഇഷ്ടമില്ല? ദൈവത്തിനും ഇഷ്ടമില്ല. 2 ഇഷ്ടമില്ല ഈ അധ്യായത്തിലുണ്ട്. ദൈവജനം പറയാണ് ഞങ്ങൾക്ക് നിന്റെ ഉപദേശത്തിൽ ഇഷ്ടമില്ല. അപ്പൊ കർത്താവ് പറയാണ് നിങ്ങളുടെ ആരാധനയിലും എനിക്കും ഇഷ്ടമില്ല. അപ്പൊ ഉപദേശം കൈക്കൊള്ളാത്ത, വചനം സ്വീകരിക്കാത്ത ദ്രവ്യാഗ്രഹികളുടെ ആരാധനയിൽ ദൈവത്തിന് ഒരു ഇഷ്ടവുമില്ല. അല്ല ചുമ്മാ ഞായറാഴ്ച ഒന്ന് കുറെ പാട്ട് പാടിയാ പോരാ. അപ്പം കേരളത്തിലുള്ള എത്രയോ സഭകൾ ഈ പ്രോസ്പെരിറ്റി ഒക്കെ അവിടെയൊക്കെ എന്തോ അപ്പം നടക്കുന്നത്. കർത്താവ് രാവിലെ 10 മണിയാകുമ്പോൾ പറയും, ഓ നാശങ്ങൾ തുടങ്ങി, 10 മണിയായി, ഇപ്പൊ തുടങ്ങാം അവൻ്റെയൊക്കെ ആരാധന. അല്ലേ? അങ്ങനല്ലേ പറയും. നമ്മൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടാൽ നമ്മളെന്താ പറയും? തുടങ്ങി നാശങ്ങൾ. നമ്മുടെ ആരാധനയെ കുറിച്ചോ തുടങ്ങി. അല്ലേ? ഇഷ്ടമില്ല. ഇവര് ഷേഖയിൽ നിന്നെന്തോ കുന്തിരിക്കൊക്കെ വളരെ ത്യാഗസം. കർത്താവെ സിറ്റിയിൽ നിന്ന് 20 കിലോമീറ്റർ വണ്ടി ഓടിച്ച്, അല്ലേ, നമ്മളെ പോലുള്ളവര് കഷ്ടപ്പെട്ട് എങ്ങനെയും ഇവിടെ എത്തി കർത്താവ്. വളരെ ത്യാഗസമ്പൂർണ്ണമായി. ഇപ്പൊ ഇതിന്റെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം ഉണ്ടോ? ഉണ്ട് കർത്താവെ. നീ 50 കിലോമീറ്റർ ദൂരെ പോയിട്ടും കാര്യമൊന്നുമില്ല, നിന്റെ ആരാധനയിൽ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ത്യാഗസമ്പൂർണതയിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. കഷ്ടപ്പെട്ട് കർത്താവ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു 3 ലക്ഷത്തിന്റെ സൗണ്ട് സിസ്റ്റം വാങ്ങിച്ചു വെച്ചു. എന്തിനി? നിന്റെയൊക്കെ ഹൃദയം അവിടെ ഇരിക്കുന്നു. ഓരോ സഭകളിൽ ഞാൻ പോകുമ്പോൾ 4 ലക്ഷത്തിന്റെ ക്യാമറ വാങ്ങിച്ചു, ലൈവ് സ്ട്രീമിന്. ഈ കോപ്രായമല്ല ഇനി കേരളം മുഴുവൻ കേൾപ്പിക്കാൻ. നിന്റെ ഈ 3rd റേറ്റ് ദ്രവ്യാഗ്രഹ പ്രസംഗം ഇനി കാണുന്നവരൊക്കെ കണ്ട് അവരും കൂടെ ചീത്തയായിക്കോട്ടെ എന്ന്. ഒരു വടി കിട്ടിയിരുന്ന ഞാൻ തല്ലിപ്പൊട്ടിച്ചാണ് പല സഭയിലെയും ക്യാമറയൊക്കെ. എന്തിന് ഈ ചവറല്ല ആർക്ക് കാണാൻ? അല്ലേ? ആരാധനയ്ക്ക് ചെലവാക്കണം. എന്നിട്ട് പറയുന്നു ഞങ്ങളെ പോലെ കണ്ടോ ആരാധനയ്ക്ക് ലക്ഷങ്ങൾ ചെലവാക്കുന്നു. ദൈവം വളരെ സന്തുഷ്ടവാനായിരിക്കും. എന്തിന്? ഷേഖേമിന്ന് മുന്തിരികവും, അല്ലേ, അവിടുന്ന് ഇതുകൊണ്ട്, ഇവിടുന്ന് അതുകൊണ്ട്, മലേഷ്യയിൽ നിന്ന് തടി കൊണ്ടുവന്ന് പൊൾപ്പിറ്റുണ്ടാക്കുന്നു. 4 കോടി ചെലവാക്കി സ്ഥലം വാങ്ങിക്കുന്നു, പിന്നെ ഒരു വലിയ മെഗാ ചർച്ച് പണിയുന്നു. ഇതിലൊന്നും അതായത് പോടാൻ നിന്റെ ലക്ഷണങ്ങൾ. നിന്റെ ലക്ഷങ്ങളൊന്നും എനിക്കൊരു ഇഷ്ടമില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം അറപ്പുള്ളതും വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നേ. ഉപദേശം കൈക്കൊള്ളാത്ത ജനം, അല്ലേ? അപ്പൊ കർത്താവ് പറയാണ് കർത്താവിനും ഇഷ്ടമില്ല, ആരാധനയിൽ കർത്താവിന് ഇഷ്ടമില്ല. അപ്പൊ കർത്താവ് നോക്കുന്നത് ആരാണ് ആരാധിക്കാൻ വരുന്നതെന്നാണ്. ഇത് ഉൽപ്പത്തിയിലേ നമ്മൾ പഠിക്കുന്നതാണ്. കായീനിലും അവന്റെ യാഗത്തിലും കർത്താവ് പ്രസാദിച്ചില്ല. അപ്പൊ ആദ്യം ആരെ പ്രസാദിക്കണം? കായീനെ പ്രസാദിക്കണം. എന്നിട്ടേ ഉള്ളവന്റെ പാട്ടും യാഗവും അതല്ല. അപ്പൊ നമ്മൾ പറയും അത് രക്തമില്ല, അത് മറ്റേ പുല്ലും ചെടിയൊക്കെ, അതൊന്നും അല്ല അവിടുത്തെ വിഷയം. ഇതൊക്കെ പൊട്ടത്തെറ്റാണ്. അതൊക്കെ കായീനിൽ എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? എന്റെ യാഗമൊക്കെ 2ാമത്തെ വിഷയം. ഹൃദയമാണ് കർത്താവ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ പാടി, നമ്മുടെ താളം എങ്ങനെ ഉണ്ട്, സംഗീത ഉപകരണങ്ങളുണ്ടോ ഇല്ലേ, ഇതൊന്നും അല്ല കർത്താവ് നോക്കുന്നത്. ഹൃദയം. ആരാധനയ്ക്ക് കടന്നു വരുന്ന ഭക്തനെയാണ് ആദ്യം കർത്താവ് നോക്കുന്നത്. നിന്റെ ഹൃദയം എൻ്റെ വചനത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഉപദേശം കൈക്കൊള്ളാറുണ്ടോ? നമുക്ക് ഇവരുടെയൊക്കെ കാര്യം വിടാം, നമ്മുടെ കാര്യം നോക്കാം. നമ്മളൊക്കെ എങ്ങനെയാണ്? യഹൂദരെയൊക്കെ കുറ്റം പറഞ്ഞു, ഇനി കേരളത്തിലുള്ളവരെയും കുറ്റം പറഞ്ഞു. നമ്മുടെ കാര്യം നോക്കാം.
നമ്മളെന്ന് പറയുമ്പോഴും സഭയെക്കാളും ഞാൻ. നിങ്ങളെല്ലാവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിച്ചേ. നിങ്ങളുടെ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹമുണ്ടോ? അത് ദൈവത്തോടാണോ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം, ഒന്നാമത്തെ പ്രതിബദ്ധത? കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ആരാധനയിലും പ്രസാദിക്കുന്നുണ്ടോ? ദൈവഭക്തിയെ ആ സെക്കൻഡിൽ നശിപ്പിച്ചു കളയുന്ന സാധനമാണ് ദ്രവ്യാഗ്രഹം. മാനസാന്തരപ്പെടണം. ഈ ജനം എന്തുകൊണ്ട് 40 വർഷം യെരമ്യാവ് പ്രസംഗിച്ചിട്ടും വലിയ വിപത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും, ബാബേൽ ദേശം വന്ന് നിങ്ങളെ ദേശമൊക്കെ പിടിച്ചോണ്ട് പോകും, നിങ്ങളൊന്നും ഈ ദേശത്ത് കാണത്തില്ല, നിങ്ങളൊക്കെ തട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്കൊരു ഭയവും വന്നില്ല, ഒരു കൂസലും വന്നില്ല, അവർ കുലുങ്ങിയുമില്ല, അവർ അനുതപിച്ചുമില്ല, മാനസാന്തരപ്പെട്ടുമില്ല. കാരണം ദ്രവ്യാഗ്രഹം. ലൂക്കോസ് 12:15 വായിക്കാവുന്നതേ ഉള്ളൂ. സകല ദ്രവ്യാഗ്രഹവും വിട്ടൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരു മനുഷ്യന് സമൃദ്ധിയുണ്ടേലും അവന്റെ ജീവന്റെ ആധാരം അവന്റെ സ്വത്ത് വകകളല്ല, സമ്പത്ത് വകകളല്ല. ലൂക്കോസ് 12:15 കർത്താവ് ഇത് പഠിപ്പിക്കുന്നുണ്ട്. സകല ദ്രവ്യാഗ്രഹവും, അതായത് ഒരു ടൈപ്പ് മാത്രമല്ല, എല്ലാ തരത്തിലും. പണമാകട്ടെ, കാറാകട്ടെ, വീടാകട്ടെ, സ്വത്ത്, പറമ്പ് വാങ്ങിക്കൽ, റിയൽ എസ്റ്റേറ്റ്, ഇനി എന്ത് വേണേ, പലതരത്തിൽ ദ്രവ്യാഗ്രഹം വരും. അല്ലാതെ പണം മാത്രമല്ല, ഏത് തരത്തിലുള്ള ഭൗമിക സമ്പത്തിലുള്ള നമ്മുടെ ഈ ഒരു അഭിനിവേശം, ഈ ഒരു താല്പര്യം ഉണ്ടല്ലോ, അത് വിട്ടുകളയണം. സകല ദ്രവ്യാഗ്രഹവും വിട്ടൊഴിഞ്ഞുകൊള്ളുവിൻ. കാരണം അതല്ല നിങ്ങളുടെ ജീവന്റെ ആധാരം. അതുകൊണ്ട് അത് വിട്ടൊഴിഞ്ഞ് കളവീൻ. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഈ ജനം ദൈവവചനത്തോട് പ്രതികരിക്കാത്തത്? അതിന് 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. യെരമ്യാവിന്റെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. ഞാൻ തന്നെ വായിക്കാം. 16:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അത് നിങ്ങളുടെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. യെരമ്യാവ് 16:10 മുതൽ 12. നീ ഈ വചനങ്ങളെയൊക്കെയും ഈ ജനത്തോട് അറിയിക്കുമ്പോഴും യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥമൊക്കെയും കൽപ്പിച്ചതെന്ത്? ഞങ്ങളുടെ അകൃത്യം എന്ത്? ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് എന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോഴും നീ അവരോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ച് അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ച് നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ടു തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. 12-ാം വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾ നിർത്തി ഒന്ന് ചിന്തിക്കണം. പിതാക്കന്മാർ വീണ്ടെടുക്കപ്പെട്ട ജനമായിട്ട് പോലും യഹോവയെ ത്യജിച്ച അന്യദേവന്മാർക്ക് പുറകെ പോയി. അപ്പൊ കർത്താവ് പറയാം, നിങ്ങൾ അതിനേക്കാളും വലിയ ദോഷം ചെയ്തു. ഒന്ന് ചിന്തിച്ചേ. വീണ്ടെടുക്കപ്പെട്ട ജനം വിഗ്രഹാരാധനയിൽ ഏർപ്പെടുന്നതിനേക്കാളും വലിയ ദോഷം എന്തുമായിരിക്കും? വിഗ്രഹാരാധനയെക്കാളും വലിയ പാപം ഏതാ? നമുക്കൊന്നും പലർക്കും അറിഞ്ഞുകൂടാ. ജാതീയരുടെ പാപമാണ് ഏറ്റവും വലിയ പാപം. അതിനേക്കാളും വലിയൊരു പാപമുണ്ട്. അതാണ് 12-ാം വാക്യം. അതാണ് കാതലായ വിഷയം. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തനും എൻ്റെ വാക്കു കേൾക്കാതെ താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ചു നടക്കുന്നു, തന്നിഷ്ടക്കാരായി നടക്കുന്നു. അതാണ് വിഗ്രഹാരാധനയെക്കാളും വലിയ ദോഷം. അയ്യോ, നമ്മൾ വിചാരിച്ച് കണ്ട ഹിന്ദുക്കളും ഈ വിഗ്രഹാരാധന നടത്തുന്ന കത്തോലിക്കിനും ഒക്കെയാ വലിയ മോശമെന്ന്. അതിനേക്കാളും വലിയ ദോഷം എന്താണെന്നറിയോ? രക്ഷിക്കപ്പെട്ട ജനമെന്നൊക്കെ പറഞ്ഞേച്ച് നടക്കുന്നത് സ്വന്തം ഇഷ്ടത്തിന്. ആ ആത്മീയ നീളം ഇന്ന് നമ്മൾ തിരിച്ചറിയണം. വിഗ്രഹാരാധന തെറ്റല്ലെന്നല്ല, അത് തെറ്റൊക്കെ തന്നെ. പക്ഷെ അതിനേക്കാളും അധികം ദോഷമാണ് സ്വന്തം ഇഷ്ടത്തിൽ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ജനം നടക്കുന്നത്. അതായത് നമ്മളെല്ലാം, ഞാനും നീയും, അല്ലേ? ഞാനും നിങ്ങളും സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്ന ദൈവം പറയാണ് വിഗ്രഹാരാധനയുടെ മേളിൽ എഴുതി വെക്കേണ്ട പാപമാണ്. എന്താണ്? സ്വന്തം ഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടക്കുന്നു. stubbornness of their evil heart. അല്ലേ? ശാഠ്യം, പിടിവാശി. അല്ലേ? വേറെ പ്രവാചക പുസ്തകത്തിലൊക്കെ ഈ വഴങ്ങാത്ത കഴുത്താണ് ഉപമയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റിഫ് നെക്ട്.
അത് ഈ കുതിര കഴുതേനൊക്കെ വിളിച്ച് നമ്മൾ പശു ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നുഖത്തിന്റെ കീഴിലാക്കുമ്പം ഇങ്ങനെ തലയും പൊക്കിക്കൊണ്ടിരുന്നാൽ പറ്റുമോ? നുഖത്തിന്റെ കീഴിലോട്ട് കുനിയണം, എന്നാലേ നുഖം എടുത്ത് കഴുത്തിലോട്ട് ഇടാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോ കീഴടങ്ങാൻ മനസ്സില്ലാത്ത നിഗളികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. തന്നിഷ്ടക്കാർ. എൻ്റെ കാര്യം സിന്താബാദ്, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട അല്ലേ, എനിക്കറിയാം അല്ലേ. അതാണ് ഞങ്ങളാരും വിഗ്രഹത്തെ ഒന്നും ആരാധിക്കാറില്ല അല്ലെ. നമ്മളൊക്കെ ചിലർ ഞങ്ങൾ പണ്ടായിരുന്നു, ഞങ്ങളതൊക്കെ വിട്ടു, ഞങ്ങൾ ഈ ജാതിയരെ പോലെ കണ്ട മരത്തിൻ്റെയും മറ്റേ കല്ലിൻ്റെയും മുമ്പിലൊന്നും പോയി കുനിയത്തില്ല, ഞങ്ങൾ ഈ മാതാവിൻ്റെ മുമ്പിൽ പോയി കുനിയത്തില്ല. ആ ശരി, നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കുനിയാറുണ്ടോ? അതുമില്ല, നിങ്ങൾ കുനിയാറേ ഇല്ല. അപ്പോൾ അത് കൊള്ളാം. അപ്പൊ കർത്താവ് പറയുന്നത് അന്വേഷ്ടക്കാരാണ് നിങ്ങൾ. ഈ പറച്ചിലൊക്കെ കേട്ടാത്തൊന്നും ഞങ്ങളങ്ങ് കർത്താവിന്റെ മുഖത്തിന്റെ അടിയിൽ കുനിഞ്ഞിരിക്കുകയാണ്, അവിടെയും കുനിയാറില്ല അല്ലേ. അതാ കുഴപ്പം. ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാക്ക്, ഈ ദുഷാഠ്യം ഷാഠ്യം എന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് എബ്രായ വാക്കില് ഭാഷ, എബ്രായ ബൈബിൾ വായിക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇത് മൊത്തം ബൈബിളിൽ ആ കൂടെ 10 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 8ഉം യെരമ്യാവിനാണ്. നിങ്ങൾ മലയാളം വായിച്ചാലും നിങ്ങൾ ഈ ഷാഠ്യം 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 വായിച്ച് തളരും. ഒറ്റ ഇരിപ്പിൽ യെരമ്യാവ് വായിച്ചാൽ മതി. ഈ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ 8 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എടുത്ത് വായിക്കുന്നില്ല. 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് മടങ്ങി വന്ന് യെരുശലേമിൽ തൻ്റെ രാജ്യം സ്ഥാപിച്ച് സഹസ്രാബ്ദ വാഴ്ചയുടെ കാലം വരും. അന്ന് എല്ലാ ജാതിയും കർത്താവിനെ ആരാധിക്കും. അവരുടെ ഹൃദയത്തിൻ്റെ ദുഷ്ട ശാഠ്യം അനുസരിച്ച് നടക്കുകയില്ല. അത് വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. ബാക്കി 7ഉം ഈ യഹൂദ ജനത്തിൻ്റെ പാപത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് മറ്റ് 2 പുസ്തകങ്ങൾ കൂടെ നമ്മൾ നോക്കണം. യെരമ്യാവിന് പുറത്ത് ഈ വാക്ക്, ഈ ശാഠ്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദത്തെക്കുറിച്ചാണ്, അത് മലയാളത്തെക്കുറിച്ചല്ല. അത് ആ കൂടെ 2 ഉള്ളൂ. ഒന്ന് ആവർത്തന പുസ്തകവും, 2 സങ്കീർത്തനവും. അതൊന്ന് നമ്മൾ വായിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവിടെയൊക്കെ മലയാളം ബൈബിളിൽ ചിലയിടത്ത് ഇത് ഹൃദയകാഠിന്യം എന്നൊക്കെയാണ്. ഹൃദയകാഠിന്യം, ശാഠ്യം, ഇങ്ങനെ 2 രീതിയിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പക്ഷേ എബ്രായ ഭാഷയിൽ ഒരൊറ്റ വാക്കാണ്. ഇത് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് ഈ സങ്കീർത്തന പുസ്തകത്തിലേക്ക് തിരിയാം. സങ്കീർത്തനം 81 ആരെങ്കിലും വായിക്കണമേ. സങ്കീർത്തനം 81 അതിൻ്റെ 11ഉം 12ഉം വായിക്കാം. എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. ആ 81ന്റെ 12 തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചു എങ്ങനെയാന്ന്? അതുകൊണ്ട്, എന്തുകൊണ്ട്? എന്റെ വചനം കേൾക്കാത്തത് കൊണ്ട്. പിന്നെന്തോ അനന്തരഫലം, സ്വന്തം ബുദ്ധിയുടെ ശാഠ്യത്തിൽ അവർ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരെ അങ്ങ് വിട്ടു. ഇനി അവരെ വിളിക്കാൻ പോകുന്നില്ല. അപ്പൊ കണ്ടോ, നേരത്തെയും നമ്മളിത് കണ്ടു. ദ്രവ്യാഗ്രഹം വന്നാൽ ദൈവഭക്തി അപ്പം ഇറങ്ങിപ്പോകും. ഇവിടെ കണ്ടോ, ദൈവവചനം കേൾക്കുന്നില്ല, അപ്പൊ തന്നെ ഒരു ചേട്ടൻ വരും, ശാഠ്യം. ഇതും 2ഉം ചേർന്ന് പോകത്തില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ചേർന്ന് പോകാത്ത 2 യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നടക്കുന്നു, മറ്റേത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നടക്കുന്നു. ഇത് 2ഉം കൂടെ ചേർക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ദൈവവചനം കേൾക്കുന്നില്ല, പിന്നെന്തോ സംഭവിക്കുന്നത്? എൻ്റെ ഇഷ്ടത്തിൽ നടക്കുക അല്ലേ? അപ്പൊ ഇവിടെ ചിലർ ഇരിപ്പുണ്ടല്ലോ, ബൈബിളൊക്കെ വായിച്ചിട്ട് വർഷങ്ങളായി, ചില പിള്ളേരൊക്കെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ എവിടെ കൂടെ നടക്കുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ? സ്വന്തം ഇഷ്ടത്തിൽ നടക്കുക. അല്ലാതെ ഇതിന് 3ാമത് ന്യൂട്രലായിട്ട് പിന്നെ ഇടയ്ക്കൊരു സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ചെറുവാരക്കോണത്ത് പോയാൽ അറിയാലോ, ഇപ്പുറത്തെ മതിലിന്റെ ഇപ്പുറത്ത് നിന്നാൽ കേരളം, അപ്പുറത്ത് നിന്നാൽ തമിഴ്നാട്, ഇതിനിടെ കർണാടക ഒന്നുമില്ല അല്ലെ. അതാണ് ബോർഡർ. അപ്പുറത്ത് പോയാൽ തമിഴ്നാട്, അല്ല അത് തമിഴ്നാടുമാണ് കേരളമാണെന്നൊന്നും അങ്ങനെ മിക്സ് ഒന്നുമില്ല. കേരള നാടില്ല അല്ലേ. ഇവിടെ കേരളവും തമിഴ്നാട് ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. ഇവിടെ അല്ലെങ്കിൽ ഉറപ്പിച്ചോ അപ്പുറത്താണ് അല്ലെ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവവചനം കേട്ട് നടക്കുന്നവരാണോ? അതെ. അപ്പൊ പിന്നെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കാത്തവരാണ്. സ്വന്തം ഇഷ്ടം കേട്ട് നടക്കും, അപ്പൊ പിന്നെ വചനമൊന്നും കേൾക്കാറില്ല. ചേർന്ന് പോകത്തില്ല. മനസ്സിലാക്കണം. അങ്ങനെയുള്ള വസ്തുതകളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദ്രവ്യാഗ്രഹം കണ്ടു. അടുത്തത് ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യം.
ആവർത്തന പുസ്തകം 29 അധ്യായം അതിൻ്റെ 17, 18 വായിക്കാം. ആവർത്തനം 29. ഇവിടാണ് ഈ വാക്ക് ആദ്യമായിട്ട് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആവർത്തനം 29, 17, 18. ആവർത്തനം 28, 29 ദൈവം മോശൈക ഉടമ്പടിയുടെ പല കണ്ടീഷൻസ് പറയാണ്. നിങ്ങൾ ഈ വാക്തത്വ ദേശത്ത് കടന്നെത്തി. പഴയ നിയമം വായിക്കുമ്പോൾ പലർക്കും മനസ്സിലാകാത്തതിൻ്റെ ഒരു കാര്യം, ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അബ്രഹാമിക ഉടമ്പടി പ്രകാരം വാക്തത്വമായിട്ട് അവർക്ക് ആ ദേശത്തിന്റെ ഉടമസ്ഥാവകാശം കിട്ടി. പക്ഷെ ആ ദേശത്ത് ജീവിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കണമെങ്കിൽ ദൈവം നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതങ്ങനെ സൗജന്യമായിട്ടും വാക്തത്വമായിട്ടും കിട്ടിയ ദേശത്ത് നിബന്ധനകൾ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഉടമസ്ഥാവകാശം വാക്തത്വത്താലാണ്, അല്ല നിബന്ധന കൊണ്ടല്ല. അല്ലെ, രക്ഷിക്കപ്പെടുന്നത് സൗജന്യമായിട്ടാണ്. പക്ഷെ രക്ഷയുടെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് ധന്യമായൊരു ജീവിതം നയിക്കണമെങ്കിൽ നിബന്ധനയുണ്ട്. എന്ന് പറഞ്ഞ പോലെ വാക്തത്വ കനാൻ ദേശം സൗജന്യമായിട്ട് അബ്രഹാമിന്റെ മക്കളല്ലേ ഇവിടത്തേക്കാണ്. അത് സൗജന്യം, അത് കൃപ. പക്ഷേ ഈ ദേശത്ത് ഞാൻ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കണമെങ്കിൽ എൻ്റെ വചനപ്രകാരം നടക്കണം. ഇനി നിങ്ങൾ നടന്നില്ലല്ലോ, ഈ ദേശത്തിൻ്റെ ദൂരങ്ങളെ നിങ്ങൾ അന്നും അബ്രഹാമിന്റെ മക്കൾ തന്നെയാണ്. അന്നും ഈ ഉടമ്പടിയുടെ വാക്തത്വങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പല ദേശങ്ങളെയും നശിപ്പിച്ചെങ്കിലും ഇസ്രായേലിനൊരു വ്യത്യാസമുണ്ട്. യാക്കോബേ, നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അത് വേറൊരു ദേശത്ത് യെരമ്യാവും വായിച്ചു നോക്ക്. എല്ലായിടത്തും ഒരു പുനഃസ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു. കാരണം ഇവരെ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്നും ദൈവമക്കളാ, പക്ഷെ ഇടയ്ക്ക് അടിയൊക്കെ ദൈവം തരും. ഇത് അടി തരുമ്പോൾ ദൈവമക്കളല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെ, അടി അത് വരും. ദൈവവചനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞ പോലെ 28, 29 ആവർത്തന പുസ്തകം, ഈ ദേശത്തും നിങ്ങൾ എൻ്റെ അനുഗ്രഹമൊക്കെ അനുഭവിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ അനുസരിക്കണമെന്നൊക്കെ പറയുന്നതാണ്. ഉടമ്പടി ബന്ധത്തിന്റെ വിഷയങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ ഇതിനിടയിലെ ചില വേന്ദ്രന്മാരെ കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. ഇതിനിടയിൽ എനിക്കറിയാം കുറച്ച് വാലുള്ളവന്മാരുണ്ട്. അങ്ങനെ വാലുള്ളവർക്ക് വേണ്ടി എഴുതിയതാണ് ആവർത്തനം 29, 17, 18. ഒന്ന് വായിച്ച ആരെങ്കിലും 29, 17, 18. ഈ ശാപം, അനുഗ്രഹവും ശാപവും ഒക്കെ വെച്ച് കർത്താവ് അവരോട് മോശയ്ക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരുത്തനകത്തിരുന്ന് പറയുകയാണ്, ഇതൊക്കെ ചുമ്മാ, ഞാൻ വേണ്ട പാപമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ തന്നെ കൈവച്ച് അങ്ങ് അനുഗ്രഹിക്കുകയാണ്. അതാരാന്നറിയാവോ? അപ്പൊ അവിടാണ് ഈ ഹൃദയത്തിന്റെ കാഠിന്യം, ആ ശാഠ്യം എന്നുള്ള അതേ വാക്കാണ്. അതാരാന്നറിയാവോ? പ്രസംഗമൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ എന്നും വീട്ടിൽ പോയി നമുക്ക് ഫോണെടുത്ത് പാപമൊക്കെ ചെയ്യാം. അതായത് കർത്താവ് വളരെ ചിട്ടയായിട്ട് വളരെ ഗൗരവത്തോടെ തൻ്റെ വചനത്തിന്റെ വ്യവസ്ഥകൾ പറയുമ്പോൾ തന്നെ ഇരുന്ന് പദ്ധതി ഇടുകയാണ് പോയി പാപം ചെയ്യാമെന്ന്. അല്ലെ, എന്നിട്ട് പറയണേ എനിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. പ്രിസ്യൂമിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് അങ്ങ് തോന്നിവാസം നടത്തിയാലും എനിക്കൊരു കുഴപ്പവും വരത്തില്ലെന്ന് അങ്ങ് വിചാരിക്കും. എന്നിട്ട് അപ്പോഴേ ഇരുന്ന് അവൻ പദ്ധതി ഇടുകയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഇങ്ങനെയൊക്കെ പലതും പറയും. അല്ലെ, ഇപ്പൊ എന്നെ പോലത്തെ പ്രസംഗം ഇയാളെ വന്ന് കയറിയിട്ടുണ്ട്, കുറെ കടികട്ടി വല്ലതൊക്കെ പറയുകയും മാനസാന്തരമൊക്കെ അതൊക്കെ പറഞ്ഞ ചോദ്യം, ഞാൻ എൻ്റെ വഴിയിൽ തന്നെ നടക്കും, എന്നെ കർത്താവ് ഒരു കാലത്തും ഒരു ദോഷവും വരുത്തത്തും ഇല്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. അവരോടാണ് ഈ ദൂത്. അവൻ അങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു നിന്നെ നശിപ്പിച്ചു കളയുക. അവൻ പ്രവർത്തിച്ചില്ല, പദ്ധതി ഇട്ടതുപോലെ പ്ലാൻ ചെയ്തതുപോലെ ചെയ്തില്ല. ഹൃദയത്തിൽ തോന്നിയതേ ഉള്ളൂ. കർത്താവ് അത് പാപമെന്ന് എണ്ണി. അതും നമുക്ക് പുതിയതൊന്നും അല്ലല്ലോ. മത്തായി സുവിശേഷം വായിച്ചവർക്കെല്ലാം അറിയാലോ. 5-ാം അധ്യായത്തിൽ കർത്താവ് എന്ന് പറയുന്നത്, ഹൃദയത്തിൽ നീ ഒരു സ്ത്രീയെ മോഹിച്ചാൽ ഞാൻ അത് വ്യഭിചാരമെന്ന് എഴുതും. അയ്യോ കർത്താവ്, ഞാൻ വ്യഭിചാരമൊന്നും ചെയ്തില്ല. നീ ഹൃദയത്തിൽ പദ്ധതി ഇട്ടല്ലോ, കണ്ണുകൊണ്ട് മോഹിച്ചല്ലോ. അത് തന്നെ പഴയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിലിരുന്ന് പദ്ധതി ഇടുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യതയിലൊക്കെ തന്നെ നടക്കും, ഈ ശാപമൊന്നും എനിക്കൊന്നും വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് കൂസലില്ലാതിരിക്കുന്നവൻ, കർത്താവ് പറഞ്ഞിരിക്കണം, അവനെ നശിപ്പിക്കേണ്ടതിന് അവൻ അങ്ങനെ ചിന്തിക്കുന്നു. നനഞ്ഞതായാലും വരണ്ടതായാലും ഒരു വ്യത്യാസവും ഇല്ല. അതെ, ഇനി നമുക്ക് യെരമ്യാവിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം.
ആ ബാക്കിയുള്ള 7 വാക്യങ്ങൾ വളരെ വേഗത്തിൽ വായിച്ചു നീങ്ങാം. നമ്മൾ തുടർമാനം വായിച്ചങ്ങ് പോവുകയാണ്. ഞാൻ ഇടയ്ക്ക് 1-2 കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. യെരമ്യാവിന്റെ പുസ്തകത്തിൽ കടന്നു വരിക 7-ാമത്തെ അധ്യായം 23-ഉം 24-ഉം. ഇത് ഇവരുടെ പിതാക്കന്മാരെ കുറിച്ചാണ്. പക്ഷെ അതിലൊരു പാഠം കിടപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും യെരമ്യാവിന്റെ പുസ്തകം എടുക്കുക. ഓരോരുത്തരായിട്ട് വേഗം വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ മെസ്സേജ് അവസാനിപ്പിക്കാം. അപ്പോ യെരമ്യാവ് 7-ന്റെ 23-ഉം 24-ഉം വായിച്ചേ. എന്റെ വാക്ക് കേട്ട് അനുസരിപ്പീൻ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പിൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. പഴയ പിതാക്കന്മാരോട് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഉടമ്പടി ബന്ധത്തിൽ നീതി പുലർത്തി നിങ്ങൾക്ക് വിശ്വസ്തരായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ള എന്റെ വചനം കേട്ടനുസരിക്കുക. പക്ഷേ അടുത്ത വാക്യം, എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ആലോചനയിലും ദുഷ്ടാശാഠ്യത്തിലും നടന്ന് മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ. കണ്ടോ, അവര് നടന്നു. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, പുറകോട്ടാ പോയത്. മൈക്കിൾ ജാക്സനെ പോലെ പുറകോട്ടാ പോയത്. മൂൺ പോക്കായിരുന്നു. ചിലരോടൊക്കെ നമ്മൾ ആത്മീയതയ്ക്ക് ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്, ഞങ്ങൾ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നുണ്ട്? എല്ലാവരും പോകുന്നുണ്ട്. മുമ്പോട്ടാണോ പുറകോട്ടാണോ ഈ പോകുന്നത്? അല്ല, ഞങ്ങളിങ്ങനെ നിൽക്കുക. അതില്ല, ഒന്നെങ്കിൽ മുമ്പോട്ട് ഇല്ലേ പുറകോട്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? മുമ്പോട്ടാണോ പുറകോട്ടാണോ? എങ്ങോട്ടോ പോകുന്നു? മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ വചനം കേട്ടനുസരിക്കുന്നുണ്ട്. പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഇതാണ്, ഹൃദയത്തിലെ ദുഷാഠ്യവും വെച്ചുകൊണ്ടിരിക്കുക. തന്നിഷ്ടക്കാരനായിട്ട് ഈ വചനമൊക്കെ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ എൻ്റെ വഴി അങ്ങനെ പറയുന്നവർ പുറകോട്ട് പോകും. യെരമ്യാവ് 9-ാം അധ്യായം 13 മുതൽ 16 വരെ. യഹോവ അരുളിച്ചെയ്യുന്നത്, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ചു എന്റെ വാക്ക് കേൾക്കുകയോ അത് അനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ ശാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെ അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ ധാന്യം കൊണ്ട് പോഷിപ്പിച്ചു, നഞ്ചുവെള്ളം കുടിപ്പിക്കും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നോ, ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടന്നാൽ ഉറപ്പായിട്ടും ദൈവത്തിന്റെ ശിക്ഷണം കടന്നു വരും. അത് അന്നും ഇന്നും എന്നും ഒരു സത്യമാണ്. രക്ഷിക്കപ്പെട്ട ജനമാണ്, വീണ്ടെടുക്ക ജനമാണെന്നൊക്കെ പറഞ്ഞാലും കർത്താവ് സ്നേഹിക്കുന്നവനെ അവൻ തല്ലും, ചൂരലെടുക്കും. അല്ലാതെ ഇതങ്ങ് ഒരു കുഴപ്പമില്ലെന്ന് മറ്റവൻ പറഞ്ഞില്ല. 29-ാമത്തെ അധ്യായത്തിൽ വായിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്താ എന്നെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമല്ല, ന്യായവിധി വരും, ബാലശിക്ഷ ഉറപ്പായിട്ടും വരും, അടിവാഞ്ചി പിടിക്കും, അല്ലേ? ഇനി 11-ാം അധ്യായം യെരമ്യാവ് 11, 7, 8. ഞാനിത് വായിപ്പിക്കുന്നത് ഈ ഹൃദയത്തിന്റെ ശാഠ്യം യെരമ്യാവ് എത്ര പ്രാവശ്യം എടുത്ത് പ്രസംഗിച്ചൊന്ന് നോക്കിക്കേ. ഇന്നും പ്രസംഗം ഇത് എന്നേടി എന്ന് പറഞ്ഞു കാണും അന്നത്തെ കാലത്ത്, അല്ലേ? യെരമ്യാവ് 11-ന്റെ 7, 8. ആ ആ ആ ഞാൻ വീണ്ടും വചനം അയച്ച് അവരോട് അനുതപിക്കാൻ പറഞ്ഞു. വീണ്ടും അവർ കൂസാക്കാതെ ഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടന്നു. അനുസരണക്കേട് ആവർത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? അയ്യോ, വീണ്ടും ഞാൻ ആ പാപം ചെയ്തു കേട്ടോ. ആവർത്തിക്കുന്ന അനുസരണക്കേട് ഉണ്ടെങ്കിൽ എന്താ മൂലകാരണം? ഹൃദയത്തിൽ ശാഠ്യം. അപ്പോൾ അനുസരണക്കേട് ആവർത്തിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ ശാഠ്യം മാറി എന്ന് പറഞ്ഞാൽ അനുതാപത്തിന്റെ ഓപ്പോസിറ്റാണ് ഈ ഹൃദയത്തിന്റെ ശാഠ്യം. ഹൃദയത്തിന്റെ ശാഠ്യമുണ്ടെങ്കിൽ അനുസരണക്കേട് ആവർത്തിക്കും. അനുസരണക്കേട് ആവർത്തിക്കുന്നെങ്കിൽ ശരിയായ രീതി മാനസാന്തരപ്പെട്ടിട്ടില്ല. അപ്പൊ ശരിയായ രീതി മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ഉപേക്ഷിക്കുക മാത്രം പോരാ, ഹൃദയത്തിലെ ശാഠ്യം മാറ്റി വെക്കണം. ഞാൻ ഈ പാപം ചെയ്തിട്ടും ദൈവം എന്നെ അനുഗ്രഹിക്കണം, ഞാനത് തെളിയിക്കും. അങ്ങനൊന്നും തെളിയിക്കാൻ പോകരുത്, മണ്ടന്മാരായി പോകും. ചിലരോട് ദൈവം പറയും, നീ ഇന്ന വിഷയത്തിൽ ഈ രീതി വളർന്നാലേ ഞാൻ ആ കാണുന്ന അനുഗ്രഹം തരത്തുള്ളൂ. അതൊന്നും പറ്റത്തൊന്നുമില്ല, എനിക്ക് തന്നെ മറ്റവന് കൊടുത്തല്ലോ, എനിക്കും തരണം, അല്ലേ?
അത് തരത്തില്ല. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയെ തരാൻ പോകുന്നില്ല. ഇനി എത്ര കമന്ന് കിടന്ന് ശ്രമിച്ചോ നടക്കാൻ പോകുന്നില്ല. ദൈവത്തിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് അല്ലേ. വചനം പഠിക്കാത്തവൻ പറയുകയാണ്, എൻ്റെ അടുത്ത് പലരും വന്നു, എനിക്ക് ബ്രദറെ പോലെ പ്രസംഗിക്കണം. ശരി, എല്ലാവർക്കും പ്രസംഗിക്കാനൊക്കെ ദൈവം കൃപ തരും. എത്ര നേരം വചനം വായിക്കും? വചനമൊന്നും വായിക്കാറില്ല. മത്തായി തൊട്ട് വെളിപ്പാട് വരെ ഇല്ല, വായിച്ചിട്ടില്ല. മത്തായി വായിച്ചിട്ടില്ല. നീ ഇനി ഏത് കാലത്ത് ഇതൊക്കെ വായിച്ച് പറയുന്ന ആൾ 42 വയസ്സുണ്ട് എന്നോട്. അവനിനി എന്ന് വായിച്ച് എന്ന് പഠിക്കാൻ അല്ലേ? വചനം പ്രസംഗിക്കണതിലൊക്കെ നല്ലപോലെ വചനം പഠിക്കണ്ടേ? പഠിച്ചാൽ മാത്രം പോലെ അനുസരിക്കണം. ഇനി 60-ാം വയസ്സിൽ വല്ലതും പ്രസംഗിച്ചാലായി. എനിക്ക് പ്രസംഗിക്കണം, പക്ഷെ വചനം വായിക്കത്തില്ല. എനിക്ക് ദൈവത്തെ സേവിക്കണം, ദൈവത്തെ അനുസരിക്കാറില്ല അല്ലേ? പിന്നെ എങ്ങനെ നടക്കും? നടക്കാൻ പോകുന്നില്ല. ദൈവം വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, അതിനൊത്തവണ്ണം അനുസരിക്കണം. അപ്പോൾ ആവർത്തിക്കുന്ന അനുസരണക്കേട് ഹൃദയത്തിലെ ശാഠ്യം സൂചിപ്പിക്കുന്നു. ഇനി 13-ാം അധ്യായം 10-ാം വാക്യമാണ്. പക്ഷെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം 13-ാം അധ്യായത്തിൽ കർത്താവ് യെരമ്യാവിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. യെരമ്യാവെ, നീ ഒരു തുണി എടുത്തിട്ട് കൊണ്ടുപോയി ഒരിടത്ത് കുഴിച്ചിടാൻ പറയും. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അന്നത്തെ തുണിയെല്ലാം പൊളിഞ്ഞപ്പോൾ ഒരു കാച്ചിനും കൊള്ളാതെ ദ്രവിച്ചു പോയി. അപ്പൊ ആ തുണി എടുത്തപ്പോൾ, ആ ദ്രവിച്ചു പോയ തുണി എടുത്തപ്പോഴാണ് ദൂത്. അപ്പൊ അതാണ് നമ്മൾ വായിക്കുന്നത്. യെരമ്യാവ് 13:10. എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിന് കൊള്ളാത്ത ഈ കച്ച പോലെ ആയിത്തീരും. ഈ ജനം ഒന്നിനും കൊള്ളാത്ത ഈ തുണി പോലെ ആയിത്തീരും. അപ്പൊ ഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടക്കുന്നവരെല്ലാം എഴുതി വെച്ചോ, ഒന്നിനും കൊള്ളാത്തവനായിത്തീരും. ദൈവത്തിനും കൊള്ളത്തില്ല, മനുഷ്യനും കൊള്ളത്തില്ല. നിങ്ങൾ അനുഗ്രഹപാത്രമല്ല, തലവേദനയായി മാറും. അയ്യോ, ഇത്ര പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്താ എനിക്ക് ഒരു ശുശ്രൂഷയില്ല, എനിക്കൊരു അനുഗ്രഹം വരുന്നില്ല, ഞാൻ ആർക്കും ഒരു അനുഗ്രഹമാകുന്നില്ല, എന്നെ കൊണ്ട് എന്താ ദൈവം ഒന്നും. നീ ഒരു കാശിനും കൊള്ളാത്ത ഈ തുണിയായിട്ട് കിടക്കുകയാണ്. കാരണം എന്താണ്? ഹൃദയത്തിൽ അനുസരണമില്ല. മനുഷ്യനും ദൈവത്തിനും ഒരു ഉപകാരമില്ലാത്തവരായിട്ട് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ കാരണം ഹൃദയവിശുദ്ധി വന്നിട്ടില്ല. ഹൃദയത്തിന്റെ ശാഠ്യത്തിൽ നടക്കുകയാണ്, അല്ല ദൈവവചനം അനുസരിച്ച് നടക്കുകയല്ല. ഇനി യെരമ്യാവ് 18 അല്ലേ? യെരമ്യാവ് 18:11-12. ആകയാൽ നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരനർത്ഥം നിർമ്മിച്ചു, നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണം നിരൂപിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ദുർമാർഗം വിട്ടു തിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. അതാണ് 11-ാം വാക്യം. അതായത് കർത്താവ് പറയുകയാണ്, എൻ്റെ മുന്നറിയിപ്പാണിത്. ഇനി അവരുടെ പ്രതികരണം 12. അതിന് അവർ, ഇത് വെറുതെ, ഇതൊക്കെ വെറുതെ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും. ഞങ്ങളുടെ സ്വന്തം നിരൂപണത്തിൽ തന്നെ നടക്കും. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല അല്ലേ? എന്നിട്ട് ഞങ്ങളിൽ ഓരോരുത്തരും താന്താന്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അവരും അങ്ങോട്ട് തിരിച്ചവിടെ ദൈവം കിടന്ന് ഞങ്ങളുടെ കുറെ ശ്രമിച്ചാൽ മതി, ഞങ്ങളുടെ ശാഠ്യത്തിൽ തന്നെ നടക്കും അല്ലെ? നമ്മൾ തന്നെ സഭയെ കണ്ടിട്ടില്ലേ, ചിലരോടൊക്കെ നമ്മൾ ഇത് വചനപ്രകാരം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, എനിക്ക് എന്നോടൊന്നും പറയാൻ, നിങ്ങൾ വേറെ ആളെ നോക്കുന്നുണ്ട് അല്ലെ? ബ്രദർ, ഇത് തെറ്റാണ്, ഇവിടെ നിങ്ങൾ വിട്ടുകളയണം, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ദൈവഭക്തനായ മറ്റേ എൻ്റെ അപ്പനെ ഇത് ചെയ്യുന്നു, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളാരെ എന്നെ കറക്റ്റ് ചെയ്യാൻ? ഇത് മനുഷ്യരോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇവന്മാര് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ വേറെ പണി നോക്കുന്നു. എന്തോ പറഞ്ഞ് അനർത്ഥം ഞാൻ നിരൂപിച്ചിരിക്കുന്നു, നിന്റെയൊക്കെ വീടും കുടിയൊക്കെ അടിച്ച് പൊളിച്ച് ദൂരങ്ങൾ, നീയൊക്കെ വല്ല ദേശത്തും പോയി ശത്രു രാജ്യത്തിൽ അവരെ സേവിച്ച് ജീവിക്കേണ്ടി വരും. അവസാനം ഇവർ വരുമ്പോൾ 38-ാം അധ്യായം കൊടുത്ത് വായിച്ചാൽ മതി. ആ രാജാവ്, യഹൂദ രാജാവിന്റെ കണ്ണ് പൊട്ടിച്ചെടുക്കും വരുന്ന ബാബേലിന്റെ ചരിത്രം വായിച്ചാൽ അവർ വളരെ നിഷ്ഠൂരന്മാരായിരുന്നു. കണ്ണ് പൊട്ടിച്ച് പറിച്ചിങ്ങെടുത്തു രാജാവിന്റെ തന്നെ. പിന്നെ ഈ താഴെ കിടക്കുന്നവരുടെയൊക്കെ ഗതി എന്തായിരിക്കും? കർത്താവ് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ഭയപ്പെട്ട് മാറ്, നീ വേണേ പോയി വേറെ വരും വഴി നോക്കാം, ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ, ഞങ്ങളുടെ തോന്നലിൽ തന്നെ നടക്കും, ഇതൊക്കെ വെറുതെ. ഇത് തന്നെ 29-ാം അധ്യായത്തിൽ അവനും പറഞ്ഞു, ഇതൊക്കെ വെറുതെ. അപ്പൊ കണ്ടോ, വചനം വളരെ ശക്തമായിട്ട് വരുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഈ തോട് കൊണ്ട് ഇങ്ങനെ ഷ്രഗ് ഓഫ് ചെയ്യാന്ന് ഇംഗ്ലീഷിൽ പറയും.
ഇതൊക്കെ ഈ പ്രായമായ അപ്പച്ചനും അമ്മച്ചനും മതവും മറ്റേതും മറിച്ച് അല്ലെ പിള്ളേരൊക്കെ ചിലരൊക്കെ അതല്ലേ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ വട്ടന്മാർക്കുള്ള ജാമ്പവാന്റെ കാലത്ത് കിളവന്മാർക്കും കിളവിമാർക്കും ഇതുപോലത്തെ ഈ പ്രസംഗം കല്യാണം കഴിക്കാത്ത ഈ വട്ടം ചേർക്കാനും കൊള്ളാം. നമ്മളൊക്കെ പുതിയ ആൾക്കാർ ജെൻസി ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നിങ്ങളോടാ ദൈവം പറയുന്നത്, ഇങ്ങനെ ദുഷാട്ടെത്തി നടന്നാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് മുന്നറിയിപ്പ് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തോടും പറയും പോടാ പോയി വല്ല വലിയ നോക്കാം. അല്ലെ, സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ചെയ്യാത്ത ദൈവ നിഷേധമൊക്കെ കാണിച്ചു വെക്കുന്നു. കാരണം എന്താണ്? ഈ ദുഷാട്ടെത്തി നടന്ന് ദൈവവയമൊക്കെ പോയി ഒരു ആള് പ്രസംഗിച്ചിട്ട് ഇനി കാര്യമൊന്നുമില്ല. നിങ്ങൾക്കിനി നരകത്തിന്റെ സ്വപ്നം തന്നാലും നിങ്ങൾ പറയും കൊള്ളാം കൊള്ളാം, പക്ഷെ ഞാനൊന്നും നടന്നു കാണുന്നില്ല. അപ്പൊ ഉണർവ് വരുന്നില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഉണർവോ ഇത്ര ഉണർവ് ഇറങ്ങിയെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ 100 കോടി ജനവും രക്ഷിക്കപ്പെടേണ്ട ഉണർവൊക്കെ കഴിഞ്ഞു. എല്ലാ 3-ാം ദിവസവും ഉണർവാണ്. ഇവിടെ ലൈവും ഉണ്ട് യൂട്യൂബിൽ, പക്ഷെ ഉണർവൊന്നുമില്ല. എന്താ ഉണർവ് ഇറങ്ങാത്ത? ഹൃദയത്തിന്റെ ഷാഠ്യത്തിൽ നടക്കുന്നവർക്ക് ദൈവവചനത്തിന്റെ ഒരു മുന്നറിയിപ്പും ഭയമുളവാക്കത്തില്ല. പിന്നെ എങ്ങനെ ഉണരും? അതാണ് ഒരു വലിയ വിപത്ത് അല്ലെ. അവര് ദൈവിക മുന്നറിയിപ്പുകളെ ഗണ്യമാക്കത്തില്ല, അവഗണിക്കുന്നവരായിരിക്കും. ഇനി അവസാനമായിട്ട് യെരമ്യാ 23:16-17 വളരെ ശ്രദ്ധിക്കേണ്ട, കേരളത്തിലെ മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയൊക്കെ വരുമായിരിക്കും, പക്ഷേ ഗൗരവത്തോടെ വായിക്കുക. യെരമ്യാ 23:16-17. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധയോടെ കേൾക്കുക. വാക്കു കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം വീണ്ടും അതേ പദം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് അവർ പറയുന്നു. കേട്ടോ? അത് ഇങ്ങനെ തോന്നിവാസത്തിൽ നടക്കുന്നവന്മാരുടെ തലയെ കൈവച്ചിട്ടാണ് അന്നത്തെ പ്രവാചകന്മാർ ബഹുവചനം പറയുന്നത്. ഒരു ദോഷം വരികയില്ല, നിങ്ങൾക്ക് സമാധാനം. അവരൊന്നും ഇന്നില്ലല്ലേ. TV തുറന്നാൽ മതി, യൂട്യൂബ് തുറന്നാൽ മതി. ഇന്നത്തെ കൊമ്പത്തെ പ്രോഫറ്റ് അച്ചായൻ വരും. ഫെബ്രുവരി മാസം വളരെ പ്രത്യേകതയുള്ളൊരു മാസമാണ്. സഹോദരി പ്രാർത്ഥിച്ചോ. കഴിഞ്ഞ 3 വർഷമായിട്ട് പ്രാർത്ഥിച്ച മറ്റേ സാമ്പത്തിക ഇടപാടിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ഈ അമ്മച്ചി സ്വന്തം ദുഷാഠ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുക. കർത്താവ് പറയുന്ന ഒന്നും അനുസരിക്കാത്ത വെറും ഭൗമിക തല്ലിപ്പൊളി കാര്യത്തിന് വേണ്ടി ദൈവത്തെ കൊണ്ടുപിടിച്ചിരിക്കുന്ന സഹോദരിയോട് ഈ അച്ചായം വലിയ കൊമ്പത്തോയ പ്രോഫറ്റ് അച്ഛൻ വരുന്നിനി പറയുകയാണ്, ഫെബ്രുവരി മാസം അങ്ങനെയുള്ള കള്ളന്മാരെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവന്മാര് പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കരുത്, അവർ പ്രവചിക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അവനെ ഓഫ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കള്ളപ്രവാചകന്മാരുടെ പ്രവചനം നിർത്തിക്കാനല്ല പറഞ്ഞു, അവൻ്റെയൊക്കെ കടപൂട്ടി നിർത്തണമെന്നല്ല പറയുന്നത്. അവന് ആൾക്കാർ ഉണ്ടാവരുത്, ചെവി ഉള്ളവൻ ആരും കാണരുത്, അങ്ങനെ അവൻ്റെ കട പൂട്ടി പോകണം. ഇന്ന് അതാണോ? ഇന്നെല്ലാ കൺവെൻഷനും മറ്റവനെ വിളിച്ചോ, അമ്മ നല്ല എരിവായിരിക്കും, നല്ല ഓളമായിരിക്കും. എന്നിട്ട് എന്തുവാ? നിങ്ങൾ മുമ്പത്തെ വായിച്ച വാക്യവും ഈ വാക്യവും കൂടെ ചേർത്ത് വായിച്ചേ. ഈ ദുഷാഠ്യത്തിൽ നടക്കുന്നവൻ സ്വന്തമായിട്ട് എന്താ പറയുന്നത്? ഇതൊക്കെ വെറുതെ. ഇതൊക്കെ വെറുതേക്ക് ഒരു ആമയം പറയാൻ പ്രവാചനം എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ വെറുതെ, നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല. അതായത് ജഡീകന്മാര് ഹൃദയത്തിൽ പറയുന്നതിനെ ഏറ്റു പറയുന്നവനാണ് പ്രവാചകൻ. അതാണ് കള്ളപ്രവാചകന്മാരുടെ ഒരു ലക്ഷണം. പാപഹൃദയം പറയുന്ന എല്ലാ മോഹങ്ങൾക്കും ആമയം പറഞ്ഞ് പാസ്സാക്കും ഈ കള്ളപ്രവാചകന്മാർ. അവര് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല, പ്രവാചകനും വന്ന് തലേക്ക് വെച്ച് പറയുക ഒരു ദോഷവും വരികയില്ല. അപ്പൊ പാപം ചെയ്യാൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കുന്നവർക്ക് നല്ലൊരു പ്രചോദനം കൊടുക്കാൻ പിശാചൊരു ദൂതനെ അയക്കും. അവന്റെ പേരാണ് കള്ളപ്രവാചകൻ. അല്ലേ? ഈ ജനത്തെ പ്രത്യേകിച്ച്, ഇതിപ്പോ നമുക്ക് ചരിത്രമൊക്കെ അറിയാവുന്നറിയാം, ഈ ജനത്തിന് ഒരു ദോഷവും വന്നില്ലേ? ദോഷമേ വന്നുള്ളൂ.
അപ്പോൾ അറിയാതെങ്ങാനും വല്ലവരും വിളിച്ച് നമ്മളൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ദാണ്ട കയറി വന്നിരിക്കുന്ന ഈ അച്ചായൻ തെറ്റിപ്പോയെങ്ങാനും ആരെങ്കിലും ചെന്ന് പെട്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അങ്ങേരെങ്ങാനും നിങ്ങളുടെ തലയൊക്കെ വെച്ച് വല്ലതും പറയണം, എല്ലാം എഴുതിയെടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്ത ദൈവവചനമായിരിക്കും. നീ ഉറപ്പായിട്ടും അമേരിക്കയിൽ പോകും. ഇന്ത്യയിൽ തന്നെ ഞാൻ ജീവിച്ചു മരിക്കും, കർത്താവേ സ്തോത്രം, എന്നെ ഒരു ദേശത്തും അയക്കാത്തതിന് നന്ദി. നീ കോടിപതിയാകും, ഞാൻ ഭക്തനാകും. അവൻ പറയുന്ന എല്ലാം വിപരീതം എടുത്തോ, അതായിരിക്കും ദൈവദൂത് മിക്കവാറും. കാരണം ഇവരെന്താ പറഞ്ഞേ, ഒരു ദോഷവും വരത്തില്ല. ദോഷമാണ് കർത്താവ് നിരൂപിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ദോഷവും വരത്തില്ലെന്ന് ഇവനൊക്കെ പറഞ്ഞ എന്താ ദൈവം ദോഷം വരിക അല്ലേ? അപ്പൊ തലയൊക്കെ മോനെ കർത്താവിന് നിന്നോട് വലിയ പ്രിയമാണ്, കർത്താവ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച അപ്പം ചൂരലെടുക്കാൻ പോവാ കർത്താവ് അല്ലേ? അറിയാതെങ്ങാനും, നിങ്ങൾ മനഃപൂർവ്വം പോകരുത്, അറിയാതെങ്ങാനും അബദ്ധത്തിൽ ഇവന്റെയൊക്കെ മീറ്റിങ്ങിൽ പോയി അവൻ വല്ലോ പ്രവചനവും പറഞ്ഞാൽ അത് വേദവാക്യമായിട്ട് എടുക്കരുത്. അതിൻ്റെ ഓപ്പോസിറ്റ്, മാത്തമാറ്റിക്സ് പറയും കോൺവേഴ്സ്, അതിൻ്റെ കോൺവേഴ്സ് എടുക്കുക, ഓപ്പോസിറ്റ് എടുക്കുക. അതായിരിക്കും ദൈവവചനം അല്ലേ? അപ്പൊ കണ്ടോ എന്തെല്ലാം. ഇപ്പം നമ്മൾ 7 വാക്യങ്ങൾ, അതുകൂടെ അതിൻ്റെ കൂടെ ഈ 16-ാം അധ്യായത്തിലും കൂടെ വായിക്കണം. അപ്പോഴാണ് ഈ 8 വേദഭാഗങ്ങൾ. ഈ യെരമ്യാവിന് ഇതേ ഉള്ളു പ്രസംഗിക്കാൻ. യെരമ്യാവ് വന്നാൽ നമുക്കറിയാം 2 മെസ്സേജ്, ഒന്നുകിൽ അനുദപിക്കുക അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ശാഠ്യം. ഇത് രണ്ടും ഇങ്ങനെ പ്രസംഗിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ അത് രണ്ടും ചേർത്തും കൂടെ ഒന്ന് വായിക്കണം. അനുദപിക്കാത്തത് എന്തുകൊണ്ടായിരുന്നു ഈ ജനം? എക്സ്റേ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, ഹൃദയത്തിൽ ശാഠ്യം. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച്, എന്തുകൊണ്ടാ വർഷങ്ങളായിട്ടും ചില പാപങ്ങളൊന്നും അനുദപിച്ചിട്ടില്ലല്ലോ? രക്ഷിക്കപ്പെട്ട നാളിലെ കർത്താവ് പറഞ്ഞു അതൊക്കെ കളയണം, ഇതുവരെ കളഞ്ഞിട്ടില്ല. 20 വർഷമായി. എല്ലാ പ്രാവശ്യവും വന്ന് സോറിയും പറഞ്ഞ് ആരാധിക്കും. പിന്നെ ഒരു 2 സോറി പറഞ്ഞ് കത്രമേശയിലും എല്ലാ മാസവും ഭാഗമാകാറുണ്ട്. മാറ്റം മാത്രം വന്നിട്ടില്ല. എന്താ കാരണം? ശാഠ്യം, വിട്ടുമാറാൻ മനസ്സില്ല, കീഴ്പ്പെടലില്ല, തന്നിഷ്ടക്കാരനായി നടക്കുകയാണ്. ഈ യെരമ്യാവിന്റെ പുസ്തകം മൊത്തം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. 24-ാം അധ്യായം വരെ യെരമ്യാവിന്റെ മെസ്സേജ് ഇതാണ്: അനിഷ്ടം വരാൻ പോകുന്നു, ആപത്ത് വരാൻ പോകുന്നു, കർത്താവ് ബാബേലിനെ ഒരുക്കിക്കൊണ്ട് വരാൻ പോകുന്നു, നിങ്ങൾ അനുദപിക്ക് എങ്കിൽ ഇത് മാറും. അവരനുദപിച്ചില്ല. 24-ാം അധ്യായം കഴിഞ്ഞാൽ മെസ്സേജിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയാമോ? ബാബേൽ വരുമ്പോൾ യുദ്ധം ചെയ്യരുത്, കീഴ്പ്പെടുക. ഇനി ബാലശിക്ഷ ഉറപ്പായിട്ടും വരികയാണെങ്കിൽ അതിനെതിരെ പോരാടാൻ പോകരുത്. കർത്താവ് ബാലശിക്ഷ കൊണ്ടുവരുമ്പോൾ അതിന് കീഴ്പ്പെടണം. 24-ാം അധ്യായം എടുത്ത് വായിച്ചാൽ അറിയാം. ഇപ്പൊ സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. 24-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കണം. കാരണം 24-ാം അധ്യായത്തിൽ പറയുന്നത്, ബാബേൽ ദേശത്തേക്ക് ഞാൻ അയക്കുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഞാൻ അനുഗ്രഹിക്കും, ഞാൻ അവരെ പണിയും, അവരെ മടക്കിക്കൊണ്ടുവരും. എന്നാൽ യെരുശലേമിൽ കിടക്കുന്നവനെ ഞാൻ നശിപ്പിക്കും, കൊള്ളാത്തവനാക്കും, ഈ ദേശത്ത് മുഴുവൻ ശാപമാക്കി മാറ്റും. അപ്പൊ ദൈവം ബാബേലിന്റെ ദൈവമായോ? യെരുശലേമിൽ കിടക്കുന്നവന് അനുഗ്രഹവും ഇല്ല, ബാബേലിൽ പോയതിന് അനുഗ്രഹവും. അതാണ് മെസ്സേജിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇനി ബാലശിക്ഷയ്ക്ക് കീഴ്പ്പെടുന്നവനാണ് അനുഗ്രഹം. നമ്മളൊക്കെ ചിലർ അങ്ങനെയാണ്, ബാലശിക്ഷ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, കീഴ്പ്പെടുന്നില്ല, ഞാൻ കീഴ്പ്പെടത്തില്ല, ഞാൻ ബാബേലിനോട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്തിട്ടൊരു കാര്യവുമില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും കർത്താവിനെ ഏൽപ്പിച്ചുകൂടെ. ഇത് നിങ്ങളുടെ നന്മയ്ക്കുള്ള ഒരു ഉപകരണമാക്കി ദൈവം മാറ്റും. അതാണ് എബ്രായ ലേഖനത്തിൽ പറയും, ഒരു ശിക്ഷണവും തൽക്കാലം വലിയ സുഖമൊന്നുമല്ല, പിന്നീട് സമാധാനത്തിന്റെയും നീതിയുടെയും ഒരു വലിയ കൊയ്ത്തായി മാറും. പക്ഷെ ഇപ്പം തത്സമയം അത് സുഖപ്രദമല്ല. 24-ാം അധ്യായം കഴിയുമ്പോൾ പിന്നീട് അതാണ്. അല്ലാതെ മാനസാന്തരപ്പെട്ട് ബാബേലിനെ ഒഴിവാക്കുക എന്നല്ല. ഇനി ബാബേൽ ഉറപ്പായിട്ടും വരും. നിങ്ങൾ അത്രയ്ക്ക് പാപം ചെയ്തു, ഇനി എനിക്ക് അടി തന്നേ പറ്റത്തുള്ളൂ. പക്ഷെ ഇനി അടി തരുമ്പോൾ അടിയിന് കീഴ്പ്പെടുക, അത് നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള മുഖാന്തരമാകും. അപ്പോൾ ഇവർക്ക് ഹൃദയത്തിൽ ശാഠ്യം എന്ന് പറയുമ്പോൾ 2 രീതിയിൽ അത് മനസ്സിലാക്കണം. ഒന്ന്, ദൈവവചനത്തോട് ഒരനുസരണവുമില്ല. 2, ദൈവിക ശിക്ഷണത്തോട് ഒരു കീഴ്പ്പെടലുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ദുശാഠ്യമുണ്ടോ ഇല്ലേന്ന് അറിയാൻ ഈ 2 മേഖലകൾ നോക്കിയാൽ മതി. ദൈവത്തിന്റെ വചനം, പ്രത്യേകിച്ച് ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ലേ, അതിനൊത്തവണ്ണം മാനസാന്തരപ്പെടുന്നുണ്ടോ ഇല്ലേ. 2, ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ശിക്ഷണങ്ങളിൽ കീഴ്പ്പെടുന്നുണ്ടോ. ശിക്ഷണങ്ങൾ പല രീതി വരാം. രോഗത്തിലൂടെ വരാം, പ്രയാസത്തിലൂടെ വരാം, പീഡയിലൂടെ വരാം. ചില പാപങ്ങളൊക്കെ ദൈവം മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ട് മാനസാന്തരപ്പെടാതെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് ആസക്തിയായിട്ട് മാറും.
അതും ഒരു തരത്തിൽ ബാലശിക്ഷയാണ്. ദൈവം പഠിപ്പിക്കുകയാണ്, മോനെ ഞാൻ പണ്ട് പറഞ്ഞേ ഇനി നീ കീഴ്പ്പെടും. എന്നുവരെ പാപം ചെയ്യാനല്ല, ഇനി നീ കീഴ്പ്പെടും. എനിക്ക് തോന്നുമ്പോ പാപം മാറ്റി. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവര്. പിന്നെ അവരെ കീഴ്പ്പെടും. ദൈവമേ എനിക്കെന്തോ ഈ പാപത്തോടൊരു പ്രത്യേക മമതയുണ്ടല്ലോ, അത് പൊളിക്കാനായിരിക്കും. അപ്പൊ നീ ഇത് അനുഭവിക്കും അല്ലെ? ചില പാപത്തിലൊന്നും പെട്ടെന്നൊന്നും ജയം വരുന്നില്ല, താഴ്മ പഠിക്കേണ്ടിയിരിക്കും. ഇപ്പൊ നിനക്ക് ജയം തന്നാൽ നീ താഴ്മയൊന്നും പഠിക്കും, നീ നിഗളിച്ചു പോകും. അപ്പൊ കീഴ്പ്പെടുക. ആഗ്രഹിക്കുന്ന പോലൊന്നും ജീവിതം പോകുന്നില്ല, ആഗ്രഹിക്കുന്ന പോലൊന്നും ദൈവം ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നില്ല. എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. ദൈവം എന്തോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കീഴ്പ്പെടലാണ്. ബാബേലി പോകാൻ പറഞ്ഞാൽ ബാബേലി പോവുകയും വേണം. അല്ലാതെ അയ്യോ അത് മറ്റേ പാപികൾക്ക് വെച്ചിരിക്കുന്നതല്ലേ എനിക്കല്ലല്ലോ എന്ന് പറയാനല്ല. പോവുക. പോയവരെ ഞാൻ അനുഗ്രഹിക്കും, അവരെ ഞാൻ വളർത്തും, അവരെ ഞാൻ മടങ്ങും. നിങ്ങൾ 24-ാം അധ്യായം ചെറിയൊരു അധ്യായമാണ്, അതെടുത്ത് വായിക്കണം. അന്തം വിട്ടു. ബാബേലി പോകുന്നവന് അനുഗ്രഹം, യെരൂശലേമിൽ കിടക്കുന്നവന് ശാപം. കീഴ്പ്പെടുക. അപ്പോ തന്നിഷ്ടക്കാരനായി നടക്കാന്ന് പറഞ്ഞാൽ ദൈവവചനത്തോട് കീഴ്പ്പെടാത്തവൻ, ദൈവിക മുന്നറിയിപ്പുകളാകട്ടെ, ദൈവിക ശിക്ഷണമാകട്ടെ, അതിനോട് കീഴ്പ്പെടാത്തവൻ. 95-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവശബ്ദം നിങ്ങൾ ഇന്ന് കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. എബ്രായർ 3-4 അതെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പുതിയ ഉടമ്പടിയിലെ ജനത്തോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ദൈവിക ശബ്ദം നിങ്ങളോട് അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. അത് ഏത് തരത്തിലുള്ള ദൈവിക ശബ്ദവും ആകട്ടെ. ദൈവം ശാസന കൊണ്ടുവരും, തർജ്ജനം കൊണ്ടുവരും, ഗുണീകരണം കൊണ്ടുവരും, ഉപദേശം കൊണ്ടുവരും, വാഗ്ദത്തം കൊണ്ടുവരും. ഏത് തരത്തിലും ദൈവവചനം വരട്ടെ, ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ഈ ശാഠ്യം നീക്കിക്കളയേണ്ടതാണ്. എങ്കിലേ ദൈവവചനത്തോട് നമുക്ക് പ്രതികരിക്കുവാൻ കഴിയുകയുള്ളൂ. ഇനി മൂന്നാമതായിട്ട് വളരെ വേഗത്തിൽ യെരമ്യാവ് 42 തിരിയാം. യെരമ്യാവ് 42-ഉം 43-ഉമാണ് ഇനി നമ്മൾ അത് മൊത്തം അധ്യായം നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇനി ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം ഒന്ന് വേഗം പറഞ്ഞേച്ച് നമുക്ക് വേഗം വേദഭാഗം വായിച്ചത് കഥ പോലെ അങ്ങ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ ബാബേൽ വന്നു, ജനങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോയി. കുറച്ച് പേരൊക്കെ ഇവിടെ ആയി. യെരമ്യാവ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോ ഈ ബാബേൽ രാജാവ് ഈ ദേശത്തിന്റെ ഒരു അധിപതിയായിട്ട് ഒരാളെ വെച്ചു. ആ വ്യക്തിയെ ഈ നാട്ടുകാരിൽ ഒരു പ്രമാണിയ ഒരുത്തൻ കുത്തിക്കൊന്നു. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ പേടിയായി. ഇനി താണ്ട പ്രതികാര മനോഭാവത്തോട് ബാബേൽ രാജാവ് ഇനി നമ്മളെയും വന്ന് ഇനി വെട്ടിക്കൊല്ലുമായിരിക്കും. അപ്പൊ അവർക്കൊരു ആഗ്രഹം, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? കാരണം ഇത് തരിശു ഭൂമിയെല്ലാം പൊളിഞ്ഞ് തകർന്ന് കിടക്കുകയാണ്. മാത്രമല്ല നാണ്ട് ഒരുത്തൻ മണ്ടത്തരം കാണിച്ച് ആ ബാബേൽ രാജാവ് ആക്കി വെച്ച അധികാരിയെ കൊന്നു. അപ്പൊ അവർക്ക് പേടിയായി. അപ്പൊ അവര് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായി. അപ്പൊ അതാണ് ഇവിടുത്തെ പശ്ചാത്തലം. 41-18 മുതൽ നമുക്ക് വായിക്കാം. 42-ന്റെ 1ഉം 2ഉം വായിക്കാം. അപ്പോൾ 41-18 മുതൽ 42-ന്റെ 2 വരെ ഇത് വിവരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവും. 41-18 മുതൽ 42-ന്റെ 2. കൊന്നുകളഞ്ഞ കാരണത്താൽ കൽദേരെ, അതായത് ബാബേല്യരെ പേടിച്ചത്. അതുകൊണ്ട് എല്ലാ തലവന്മാരും കാരേഹിന്റെ മകനായ യോഹന്നാനും ഹോശിയാവിന്റെ മകനായ യെസന്യാവും ആബാലവൃത്തം സർവ്വജനവും അടുത്തു വന്ന് യിരെമ്യാ പ്രവാചകനോട്, നിന്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കുന്ന വഴിയും ഞങ്ങൾ ചെയ്യുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേ. അപ്പൊ അവര് പ്രവചനം കേൾക്കാൻ വരികയാണ്. ദൈവം എന്താ നമ്മളോട് ആലോചന പറയുന്നതെന്നുള്ളത്. അതിന് യെരമ്യാവിന്റെ മറുപടിയാണ് 3ഉം 4ഉം വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അറിയിക്കാം. അത് തീരേണ്ട സംഭവമായിരുന്നു. പക്ഷെ അവരുടനെ ആത്മീയതയുടെ പ്രദർശനം. 5ഉം 6ഉം വാക്യം ഒന്ന് വായിച്ച അവരുടെ മറുപടി. അവർ യിരെമ്യാവോട്, നീ മുഖാന്തരം നിന്റെ ദൈവമായ യഹോവ ഞങ്ങളോട് അരുളിച്ചെയ്തതുപോലെ
ഒക്കെയും ഞങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ യഹോവ നമ്മുടെ മധ്യേ സത്യവും വിശ്വസ്തവുമായുള്ള സാക്ഷിയായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കുമെന്ന് പറഞ്ഞു. യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ ഇങ്ങനെ വായിച്ചു വരുമ്പോഴേ ഈ വേദഭാഗം വായിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ. അവസാനം എങ്കിലും ഇവർക്ക് ബോധം വന്നു. എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം, ഞങ്ങൾക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ അനുസരിക്കാമെന്നൊരു സത്യവും ഗുണവും. യെരമ്യാവിന് എന്തൊരു സന്തോഷമായിരുന്നു. യെരമ്യാവ് വളരെ സന്തോഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന് സന്തോഷം വന്നെന്ന് തോന്നുന്നു. കാരണം പിന്നീടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. അതിനുള്ള മറുപടിയാണ് പിന്നീട് 7 മുതൽ ആ അധ്യായത്തിന്റെ അവസാനം വരെ. മൊത്തം നമ്മൾ വായിക്കുന്നില്ല, എന്നാലും 7-ാമത്തെ വാക്യം മുതൽ കുറച്ച് വാക്യങ്ങൾ വായിക്കാം. 7 മുതൽ വായിച്ച് 10 ദിവസം കഴിഞ്ഞപ്പോൾ 10 ദിവസം എടുത്തു കേട്ടോ. ഇന്നത്തെ പോലെ ചില പ്രവാചകന്മാരുണ്ടല്ലോ, തലയൊക്കെ വെച്ച് ഉടനെ ദൂതൊന്നും വരത്തില്ല. ഏറ്റവും വലിയ പ്രവാചകൻ യെരമ്യാവിന് 10 ദിവസമൊക്കെ എടുത്തു. ചിലരുടെ കാര്യമുണ്ട്, ഈ മീറ്റിങ്ങിൽ അങ്ങോട്ട് പറഞ്ഞാൽ ഉടനെ തലയൊക്കെ വെച്ച് അങ്ങ് പ്രവചനം വരണം. അതൊന്നും ശരിയാവണമെന്നൊന്നുമില്ല. കള്ളപ്രവാചനം പറ്റും. ശരിയായ പ്രവാചനം പ്രാർത്ഥിച്ച് ദൈവം സംസാരിക്കുമ്പോഴേ അവൻ വാത് തുറക്കത്തുള്ളൂ. അപ്പൊ 10 ദിവസം കഴിഞ്ഞ് ദൂത് കേട്ടോ. അവൻ കാലേഹിന്റെ മകനായ യോഹന്നാനെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും 10-ാം വാക്യത്തിൽ കിടക്കാം. അത് ആരോടൊക്കെയാ പറഞ്ഞത്? നമ്മൾ കണ്ട തീമൊക്കെ തന്നെ. 10-ാം വാക്യം. നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെ കുറിച്ച് ഞാൻ അനുതപിക്കുന്നു. ദൈവം അനുതപിക്കുന്നത്. എന്തൊരു സന്തോഷം അല്ലെ. ഞാൻ നിങ്ങളെ ചില അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, അടിച്ചു കഴിഞ്ഞാൽ മോനെ ഇച്ചിരി കൂടിപ്പോയി അടിച്ചത് കേട്ടോ. അല്ലെ, എന്തൊരു കൃപാലുവായ ദൈവമാണ് നമ്മുടെ ദൈവം അല്ലെ. അടിയൊക്കെ തരും, പക്ഷെ പിന്നെ പറയും ഇച്ചിരി കൂടിപ്പോയി, നിങ്ങൾ ഇച്ചിരി കഷ്ടതയിലല്ലേ. എന്നാൽ ദൈവത്തിന് തെറ്റുപറ്റിയെന്നല്ല, ദൈവം ജനത്തിന്റെ അവസ്ഥയിൽ മനസ്സലിയുന്നവരാണ് അല്ലേ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്മ വരുത്താൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇവിടെ തന്നെ കഴിയണം. അതായത് ഈ ബാലശിക്ഷ വിട്ടു മാറരുത്. ഈ പൊളിഞ്ഞു കിടക്കുന്ന യെരൂശലേം എൻ്റെ ബാലശിക്ഷ ഇറങ്ങിയെടുത്ത ആ ശിക്ഷണത്തിന്റെ കീഴിൽ നിൽക്കണം. അല്ലാതെ ഇതിൽ നിന്ന് എങ്ങനെയും ഒളിച്ചോടി പോവാൻ നോക്കരുത്. വായിച്ചോ. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട. മറ്റേ കൊന്നെന്നും പറഞ്ഞ് ഇനി ആരെങ്കിലും വന്ന് പ്രതികാരം ചെയ്യുമെന്നൊന്നും നിങ്ങള് പേടിക്കേണ്ട. വായിച്ചോ. നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നോക്കിക്കോളാം, ഞാനും കരുണ കാണിക്കും, മറ്റെല്ലാ അധികാരികളും നിങ്ങളെ കരുണ കാണിക്കും. ഈ പൊളിഞ്ഞ സ്ഥലത്ത് തന്നെ നിങ്ങൾ ആയിക്കൊള്ളുക. 13-ാം വാക്യം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് പാർക്കുകയില്ല, യുദ്ധം കാണുവാനില്ലാത്തതും കാഹാനാഥം കേൾപ്പാനില്ലാത്തതും ആഹാരത്തിന് മുട്ടില്ലാത്തതുമായ മിസ്രയീം ദേശത്ത് ചെന്ന് പാർക്കുമെന്ന് പറയുന്നു എങ്കിൽ യഹൂദയിൽ ശേഷിപ്പുള്ളവരെ ഇപ്പോൾ യഹോവയുടെ വചനം കേൾപ്പിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ മിസ്രയീമിലേക്ക് പോകുവാൻ മുഖം തിരിച്ച് അവിടെ ചെന്ന് പാർക്കേണ്ടതിന് ഭാവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രയീം ദേശത്ത് വച്ച് നിങ്ങളെ പിടിക്കും. മതി. അപ്പൊ മനസ്സിലായല്ലോ ദൂത് എങ്ങനെയാണെന്ന്. ദൂതെന്ന് പറയുന്നത് ഈ പൊളിഞ്ഞു കിടക്കുന്ന ദേശത്ത് എന്നോട് കീഴ്പ്പെട്ടിരിക്കുക, എല്ലാ കാര്യവും ഞാൻ നോക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. എന്നാൽ നിങ്ങൾ കണ്ടുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ തീരുമാനിക്കുകയാണ് ഇവിടെ എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണല്ലോ, നമുക്ക് മിസ്രയീമിൽ പോവാം. ഇന്ന് കേരളത്തിലും അതല്ലേ പലരും ചെയ്യുന്നത്. ഇന്ത്യയിലൊക്കെ ക്രിസ്ത്യാനികളുടെ കാര്യം വലിയ കുഴപ്പമാണ്, എത്രയും പെട്ടെന്ന് വല്ല അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ വിസ കിട്ടി അങ്ങ് പോവാം. അങ്ങനെ ചിന്തിക്കുന്ന ശിക്ഷണത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നവരോടായി ദൂത്. അങ്ങനെ നിങ്ങൾ ചെയ്ത ഇവിടെ വരാത്ത പീഡ അവിടെ വരും. ഇപ്പം അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ പോയിട്ട് പറയുക അവിടെ വർണ്ണവിവേചനം, ജീവിക്കാൻ വയ്യ, വെള്ളക്കാരനല്ലെങ്കിൽ തല്ലിക്കൊല്ലും. ഇവിടെ കേരളത്തിൽ ഒരു സംഖ്യയും ഒന്നും നിങ്ങളെ തല്ലിക്കൊന്നില്ലല്ലോ. അല്ല, ഞങ്ങൾ സുഖം തേടിപ്പോയി. ലോത്തിന്റെ മക്കളാണ് നിങ്ങളല്ലേ. കണ്ണുകൊണ്ട് കണ്ടു നല്ല പച്ചയായ സ്ഥലം. പോയപ്പോഴാണ് മനസ്സിലായത് ലോസ് ഏഞ്ചൽസ്. തുണി പോലും ആരും ഇടത്തില്ല നേരെ ജോലി. എനിക്കറിയാം, സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ നടന്നു പോകണം, ഒരുത്തരും തുണി ഇടത്തില്ല. അവിടെ നഗ്നതയിൽ നടക്കുവാൻ ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇതിനേക്കാളും ഭേദം സംഖ്യയുടെ അടുത്ത് പോകുന്നതായിരുന്നു.
അങ്ങനെ ചില ക്രിസ്ത്യാനികളുണ്ട്, പൗരത്വമൊക്കെ കളഞ്ഞു. എല്ലാ വർഷവും 2 ലക്ഷം വെച്ച് ഇന്ത്യയിൽ പൗരത്വം കളയുന്നവരുണ്ട്. അതിലെ ബഹുഭൂരിപക്ഷവും മലയാളി ക്രിസ്ത്യാനികളാണ്. പിന്നുള്ള ഗുജറാത്തികൾ, പിന്നെ കുറച്ച് തെലുങ്കന്മാർ. സാഹിബിൻ്റെ അടുക്ക പോയിട്ടും ഗതിയില്ല. ഓസ്ട്രേലിയ പോയി നോക്കി, അയ്യോ അവിടെ വലിയ റേസിസമാണ്. അല്ലെ, കാനഡയിൽ പോയി നോക്കി, അത് പൊളിഞ്ഞു കിടക്കുന്ന രാജ്യമാണ്. അയ്യോ സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു, ടാക്സ്. അയ്യോ, പോയിടത്തൊന്നും ഒരു ഗതിയില്ല. കണ്ണുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ തീരുമാനിച്ച് നിങ്ങൾ പോകരുത്. നിങ്ങളെ ആക്കിയിരിക്കുന്ന ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ സംഖ്യ കാണും, ഇവിടെ പ്രതികൂലം കാണും, വികട കാണും, എല്ലാം കാണും. ഇതിൻ്റെ ഇടയിൽ നിങ്ങളെ പോഷിപ്പിച്ച് നിങ്ങളെ വളർത്തുവാനും ഈ ശിക്ഷണത്തിലൂടെ നിങ്ങളിൽ വിശുദ്ധീകരണം വളർത്തുവാനും എനിക്കറിയാം. ദൈവത്തിന് തെറ്റൊന്നും പറ്റിയില്ല നമ്മളെ ഇന്ത്യക്കാരാക്കിയപ്പോൾ. BJP ഭരണത്തിൽ വന്നപ്പോഴും ദൈവത്തിന് തെറ്റൊന്നും വന്നില്ല. ദൈവം BJP ഭരണത്തിൽ കൊണ്ടുവന്നതിനും ഉദ്ദേശമുണ്ട്. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കോളേജിലൊക്കെ കാണുന്ന പോലെ സ്വർഗരതിയുടെ നാടായി മാറിയാൽ. ഇന്ന് ഈ സ്വർഗരതിക്കും മറ്റേ പ്രോഗ്രസീവ് വോക്ക് മറ്റേ പരിപാടികൾക്കൊക്കെ നിൽക്കുന്ന ആരാണ്? യുവന്മാരാണ്. ഇവർക്ക് വേറെ ഉദ്ദേശമാണ്, ആർഷഭാരത സംസ്കാരവും മറ്റതൊക്കെയാണ്. പക്ഷെ ദൈവം കണ്ടത് ഇന്ത്യ തകർന്നു പോകാതിരിക്കാൻ കുറച്ച് ഭ്രാന്തുള്ള കൺസർവേറ്റീവുകാർ ഭരണത്തിൽ വരട്ടെ. അങ്ങനെ എന്തൊക്കെയൊക്കെ ദൈവത്തിന് കാണും. കുറച്ച് കഴിയുമ്പോൾ ദൈവം അവരെ പിടിച്ചു മാറ്റും. നമ്മളെത്രയോ കണ്ടിരിക്കുന്നു. ബാബേലില് ദൈവം അയച്ചത് ബാബേലില് ഭക്തന്മാരായോണ്ടല്ല, യെരുശലേമിന് ഇച്ചിരി നീളം കൂടുതലാണ്. പോയിട്ട് ബാബേലെ പോയാലും നീളം ഒന്ന് കുറച്ച്, നീളം മാറുമ്പോൾ ബാബേലെ ഇനി വന്ന് 2 അടി. നിന്നോട് ആരും പറഞ്ഞ യെരുശലേമിൽ കയറി കൈവെക്കാൻ. ഇതാണ് നമ്മുടെ ദൈവം. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് തീരുമാനിക്കാത്തതുകൊണ്ട് അവിടെ പച്ചപ്പുണ്ട്, അവിടെ ക്രിസ്ത്യാനികൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് വിസ എടുക്കാം. അപ്പൊ തന്നെ ആ പ്രവാചകൻ തലേ കൈ വെക്കുന്നു, വിസയുണ്ട് കേട്ടോ, വിസ. അങ്ങനെ വിസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഈ ജനം പ്രവചനമൊക്കെ ചോദിച്ചു വന്ന് നമുക്ക് അറിയാലോ, അവർ സത്യവും ചെയ്തു. ഗുണമാകട്ടെ ദോഷമാകട്ടെ ഞങ്ങൾ അനുസരിക്കും ബ്രദറേ. 43-ാം അധ്യായത്തിലേക്ക് കടക്കാം. 1-ാമത്തെ വാക്യം. സകല ജനത്തോടും അവിടെ ദൈവമായ യഹോവ അവനെ അവിടെ അടുക്കൽ അയച്ചു പറയിച്ച ഈ സകല വചനങ്ങളും അവിടെ ദൈവമായ യഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോശിയാവിന്റെ മകനായ സെറിയാവും കാലേഹിന്റെ മകനായ യോഹന്നാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെ പെട്ടെന്ന് അവർക്കൊരു വിശേഷണം വന്നു. അഹങ്കാരികളായ, ഇത്രയും നേരം നമ്മൾ വിചാരിച്ച ഭക്തന്മാരാണ്, പക്ഷെ അഹങ്കാരികളായ ജനവും. എന്താ പറഞ്ഞ മറുപടി? പുരുഷന്മാരൊക്കെ ഇരമ്യാവോട് നീ ഭോഷ്ക് പറയുന്നു. കള്ള പ്രവാചക. വിശ്രമിൽ ചെന്ന് പാർക്കേണ്ടതിന് പോകരുതെന്ന് പറയുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവ നിന്നെ അയച്ചിട്ടില്ല. നിനക്ക് വെളിപ്പാടൊന്നും വന്നിട്ടില്ല, നീ പ്രാർത്ഥിച്ചില്ല നേരെ ചൊവ്വേ. പ്രവാചകന് തെറ്റിപ്പോയി. കൽദയർ ഞങ്ങളെ കൊന്നു കളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബയിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവിടെ കയ്യിലേൽപ്പിപ്പാൻ നേരിയാവിന്റെ മകനായ ഞങ്ങള് നന്നാവുന്നൊന്നും ഇഷ്ടമില്ലാത്ത മറ്റേ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയുടെ കാശും വാങ്ങിച്ചിട്ട് ഒന്ന് ദൂത് പറയാൻ വന്നിരിക്കുക. അല്ലടാ കള്ള പ്രവാചക. അപ്പൊ പിന്നെ ഇവര് നേരത്തെ എന്തോ സത്യം ചെയ്ത്? അപ്പൊ നിങ്ങൾ തിരിച്ചുപോയി വായിച്ചു നോക്കണം. 42-ന്റെ 2-ാം വാക്യം. അവരുടെ ചോദ്യത്തിൽ തന്നെ അതുണ്ട്. ഞങ്ങൾ പോകേണ്ട വഴി ഒന്ന് പറഞ്ഞു തരണേന്ന്, പോകേണ്ട സ്ഥലം പറഞ്ഞു തരണേന്നല്ല അവർ ചോദിച്ചത്. മിടുക്കന്മാരാണ്. ആദ്യമേ ലൂപ്പ് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഇടയിലും ഉണ്ട്, ബ്രദറെ പ്രാർത്ഥിക്കണേ, കാനഡയിൽ പോകാനാണ്, ഓസ്ട്രേലിയ പോകാനാണ്, വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആര് പറഞ്ഞു പോണോ? വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല, അത് വിസയൊക്കെ അവിടെ നിൽക്കട്ടെ, പോകാൻ ആര് പറഞ്ഞു നിങ്ങളോട്? ആ ബ്രദറെ ഒരു കല്യാണ വിഷയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അവര് നല്ല വലിയ ആൾക്കാർ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്, നടക്കാൻ പ്രാർത്ഥിക്കണേ, ഈ പെണ്ണിനെ കെട്ടണോന്ന് ആര് പറഞ്ഞു? ആ ബ്രദറെ എൻട്രൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് വിടണോന്ന് ആര് പറഞ്ഞു? പിന്നല്ലേ എൻട്രൻസ് പ്രാർത്ഥന. ഇവിടെ നമ്മളെല്ലാം തീരുമാനിച്ചു ദൈവത്തോട് പറയണം ഒരു ആമയം പറഞ്ഞെന്ന്. നമുക്ക് ആമയം പറയാനാണോ ദൈവം ഇരിക്കുന്നേ? ഈ ആമയം പറയാനാണ് കള്ളപ്രവാചകന്മാർ. അതെ ബ്രദർ കണ്ടുവച്ചിരിക്കുന്ന ആ പദ്ധതിക്ക് നമ്മുടെ ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട് ദൈവം ആമയം പറഞ്ഞത്. അത്ര മണ്ടനായ ഒരു ദൈവമാണ്. ഞാൻ പദ്ധതി പറഞ്ഞു കൊടുക്കണോ? ഇതാണ് ഈ ജനത്തിന്റെ കുഴപ്പം. എന്നിട്ട് അവന്മാരെ ആദ്യം പറഞ്ഞതെന്നും നമ്മൾ സത്യം ചെയ്യുന്നു, ഗുണമായാലും ദോഷമായാലും. എന്നിട്ട് അവര് തന്നെ പറഞ്ഞു യഹോവ പറഞ്ഞത് ഗുണമല്ലെന്ന്. അപ്പൊ ആരാ ശരിക്കും ദൈവം? ഇവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? ഇവർക്ക് ഭയമാണ്. ഇവരെന്തുകൊണ്ടാണ് ഇവിടെ താമസിക്കത്തില്ല? ഇവിടെ താമസം മരിക്കും, കൊല്ലും. അപ്പൊ ഭയം നിമിത്തം സൗകര്യപൂർണമായ അനുസരണം മാത്രമേ ഇവരെ കൊണ്ട് കഴിയത്തുള്ളൂ.
അല്ലാതെ സ്വന്തം ബുദ്ധിയും സ്വന്തം വിവേകം മാത്രമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ കാതലായ വിഷയം. നമ്മൾ ദ്രവ്യാഗ്രഹം കണ്ടു, ഹൃദയത്തിന്റെ ശാഠ്യം കണ്ടു. ഇവിടെ ദൈവവചനത്തോട് പ്രതികരിക്കാതെ അവരെ തടസ്സപ്പെടുത്തുന്ന വിഷയം എന്താണെന്നറിയാവോ? ഭയം. എന്ത് ഭയം? അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, വില കൊടുക്കേണ്ടി വരും. അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, വില കൊടുക്കേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ ദൈവവചനത്തോട് പ്രതികരണമൊന്നുമില്ല. അപ്പോൾ വില കൊടുക്കാൻ മനസ്സില്ലാത്ത സൗകര്യപൂർവമായ അനുസരണത്തിൽ മാത്രമാണ് അവർക്ക് താല്പര്യം. അപ്പോൾ വില കൊടുക്കുവാൻ മനസ്സില്ലാത്ത സൗകര്യപൂർണമായ അനുസരണം, കൺവീനിയന്റ് ഒബീഡിയൻസ്. അങ്ങനാണെങ്കിൽ നമ്മൾ ദൈവവചനത്തോട് പ്രതികരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രതികരിക്കും. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ എന്തോ വേണ്ടേ? എന്തു വില കൊടുത്തും ഞങ്ങൾ അനുസരിക്കും. അപ്പൊ കർത്താവിനോട് പ്രതികരണ മനോഭാവത്തോടെ കടന്നു വരുമ്പോൾ ഇംഗ്ലീഷിൽ പറയും അൺറിസർവ്ഡ് ഒബീഡിയൻസ്. ഒരു നിബന്ധനകളും ഇല്ലാത്ത അനുസരണം. അത് കാഴ്ചവെച്ചതിന് ഈ വചനത്തോട് പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്. ഇവര് വിചാരിച്ച ഇസ്രായേലൊക്കെ പറഞ്ഞു ദൈവം ഇല്ലില്ല, വില കൊടുക്കണമെന്ന് വന്നപ്പം തീർന്നു അല്ലേ? അപ്പൊ നമ്മൾ കണ്ട 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം വന്നാൽ അപ്പൊ ദൈവഭക്തി പോകും, ഉപദേശത്തെ കൈക്കൊള്ളുകയില്ല. ഹൃദയത്തിന്റെ ശാഠ്യത്തിൽ തന്നിഷ്ടത്തിൽ നടക്കുകയാണ്, അപ്പൊ തന്നെ ദൈവത്തോടുള്ള അനുസരണം പോയി. ദൈവത്തിനെ കേൾക്കത്തില്ല. എന്റെ ഹിതമാണ് സിന്ദാബാദ്, അല്ല ദൈവഹിതമല്ല. 3-മതായിട്ട് സ്വന്തം പ്രാണനെ സ്നേഹിച്ച് അതിനെ വിലമതിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ദൈവം പറയുന്ന അസൗകര്യപൂർണമായ അനുസരണമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വന്തം പ്രാണനെ പകയ്ക്കണം, എങ്കിലേ അനുസരിക്കാൻ പറ്റുള്ളൂ. ക്രൂശ് എടുക്കണം. അസൗകര്യമുള്ള അനുസരണത്തിനും മനസ്സുള്ളവരായിരിക്കണം. അപ്പൊ അവസാനമായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇത്രയും മാത്രം പറഞ്ഞാൽ കുറ്റബോധവും പാപബോധവും മാത്രമേ ഉള്ളൂ അല്ലേ? ഇതെന്ന് എങ്ങനെ ഒരു വിടുതൽ? അതിനായിട്ട് ഒരു വേദഭാഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും യെരമ്യാവ് 3-ാം അധ്യായത്തിലേക്ക് കടക്കുക. 3-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെ ഒന്ന് വായിച്ചേ. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വിശ്വാസപാതകിയായ യഹൂദയേക്കാൾ നീതിയുള്ളവളാകും. അത് മനസ്സിലാകത്തില്ല പെട്ടെന്ന് വായിച്ചാലല്ലേ? ഇംഗ്ലീഷിൽ പെട്ടെന്ന് മനസ്സിലാവും. Faithless Israel is more righteous than unfaithful Judah. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിശ്വാസമൊന്നും ഇല്ലാത്ത അവിശ്വാസിയായ ഇസ്രായേൽ വിശ്വസ്തതയില്ലാത്ത യൂദായേക്കാളും നീതിമാനാണോ? നമ്മുടെ ഗതി അങ്ങനെയാണോ? ദൈവം നോക്കുമ്പോ സുവിശേഷം ഒന്നും കേട്ടിട്ടില്ലാത്ത അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചനും അമ്മച്ചിയും സുവിശേഷമൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞ് നടക്കുകയും എന്നാൽ ദൈവത്തോടൊരു കൂറുമില്ലാത്ത നിങ്ങളെക്കാളും നീതിമാന്മാരാണോ? എന്തൊരു പരിതാപകരമായ സ്ഥിതിയാണ് അല്ലേ? ഇസ്രായേലിന് ഒരു മാതൃകയൊന്നും ഇല്ലായിരുന്നു. യഹൂദയ്ക്ക് മാതൃക ഉണ്ടായിരുന്നു. കണ്ടോ, അവന്മാര് കണ്ടോ അനുസരിക്കാതെ കടന്നപ്പോൾ അശൂര് കൊണ്ടുപോയി. ഈ മാതൃകയൊന്നും കണ്ടിട്ടും പഠിക്കാത്തത് കൊണ്ടാണ് യൂദയെ വിശ്വാസ പാതകിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവര് കാപട്യത്തോടെ മാത്രമേ എൻ്റെ അടുക്ക വന്നിട്ടുള്ളൂ. കാപട്യം നിറഞ്ഞ മാനസാന്തരം, കാപട്യം നിറഞ്ഞ ആരാധന, കാപട്യം നിറഞ്ഞ അനുസരണം മാത്രമേ ഉള്ളൂ. വായിച്ചാട്ടെ 12, 13, 14. നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. മടങ്ങി വരിക. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല. അയ്യോ, കേട്ടോ, ദൈവത്തിന്റെ നിങ്ങൾ വിചാരിച്ചു ഇപ്പൊ വെട്ടിക്കളയുന്നല്ലേ? ദൈവം പറയുന്നുണ്ടോ, നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. ഞാൻ കരുണയുള്ളവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. എന്നും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു ക്രൂരനായ ദൈവമല്ല ഞാൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു. പച്ചമരത്തിൻ കീഴിലൊക്കെയും അന്യദേവന്മാരോട് ദുർമാർഗമായി നടന്നതും ദുർമാർഗത്തിൽ നടന്നു എന്നും എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല എന്നും നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക. ഇത്ര മാത്രമേ ദൈവം ചോദിക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെയൊക്കെ വിചാരത്തിൽ മറുപടിയായിട്ട് കുറെ കസറത്തൊക്കെ ചെയ്യണമെന്നാണ്. കഥ എന്താ പറയാ? സമ്മതിക്കുക മാത്രം ചെയ്യുക. അല്ലാതെ ഇനി 500 മീറ്റർ ഓടട്ടെ, 10 ദിവസം ഉപവസിക്കട്ടെ, അങ്ങനെ കുറെ ക്രിയകളൊന്നും പറയുന്നില്ല. കർത്താവ് ആകെ കൂടെ പറയുന്നത് പാപം ഏറ്റു പറയുക, ഒന്ന് തുറന്ന് സമ്മതിക്കുക. എന്നാൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ കരുണ കൊണ്ട് കടാക്ഷിക്കും.
അല്ലെ? 3:22 ആദ്യ ഭാഗം ഒന്ന് വായിച്ചേ. 3:22 ആദ്യ വാചകം മാത്രം. വിശ്വാസത്യാഗികളായ മക്കളെ, ആ, മടങ്ങി വരുവിൻ. അല്ലെ? അപ്പൊ വീണ്ടും കർത്താവ് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, പാപം സമ്മതിക്കുക മാത്രം ചെയ്യുക. വായിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാമെന്ന്. മതി, അത്ര മതി ആ വാക്യം കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഈ കുഴപ്പങ്ങളൊക്കെ ആര് സൗഖ്യപ്പെടുത്താം? ഞാൻ സൗഖ്യപ്പെടുത്താം. ദ്രവ്യാഗ്രഹമാകട്ടെ, ദുഷാഠ്യമാകട്ടെ, ഈ സ്വന്തം ഇഷ്ടപ്രകാരം അസൗകര്യമുള്ള അനുസരണമൊന്നും അനുസരിക്കാൻ വയ്യാത്ത കീഴ്പ്പെടലില്ലായ്മ, എല്ലാ ഹൃദയത്തിന്റെ വിഷയവും നിങ്ങളല്ല സൗഖ്യപ്പെടുത്തേണ്ടത്. നിങ്ങളെ മാനസാന്തരപ്പെട്ട് സമ്മതിച്ച് എൻ്റെ അടുക്ക വന്നാൽ ഞാൻ നിങ്ങളെ സൗഖ്യപ്പെടുത്താം. ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ നമ്മൾ വായിച്ച യെരമ്യാ പുസ്തകം പഴയ ഉടമ്പടിയുടെ കീഴിലാണ്. ഈ യെരമ്യാ 31 പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുന്നത്. പുതിയ ഉടമ്പടിയിലാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ന്യായപ്രമാണം എഴുതി തരും. യെഹെസ്കേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലുള്ള അല്ലെങ്കിൽ കാഠിന്യമുള്ള ഒരു ഹൃദയം മാറ്റിയിട്ട് ഞാൻ മാംസതളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരാം. ഇതൊന്നും ഈ ജനം അനുഭവിച്ചിട്ടില്ല. ഇതൊക്കെ അനുഭവിച്ച ജനമാണ് നമ്മൾ. ഇതൊന്നും ഇല്ലാത്ത ജനത്തോട് പോലും പക്ഷെ ദൈവം പറയാണ്, നിങ്ങളുടെ ഹൃദയകാഠിന്യം ഞാൻ മാറ്റി തരാം. അപ്പൊ നമ്മളോട് എത്ര അധികം. നിങ്ങളുടെ ഉള്ളിൽ പുതിയ ഹൃദയത്തെ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും ജനിച്ച നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ആക്കി തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യതയും വിശ്വാസത്യാഗവും എത്ര അധികം ദൈവത്തിന് സൗഖ്യപ്പെടുത്തുവാൻ കഴിയും. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെടുത്ത് കർത്താവിന്റെ അടുക്കലോട് കൂടുതൽ പോകേണ്ടതല്ലേ? ഇനി യെരമ്യാവ് ഇങ്ങനെ മടങ്ങിപ്പോവാൻ ഒരു മോഡൽ പ്രാർത്ഥനയും കൂടെ തന്നിട്ടുണ്ട്. അത് വായിച്ച് നമ്മൾ ഈ വചന ധ്യാനം അവസാനിപ്പിക്കുകയാണ്. 3:22 ആ രണ്ടാമത്തെ വാചകം മുതൽ 25 വരെ വായിക്കുക. ഇത് നിങ്ങൾ കേട്ട് ഇത് നിങ്ങളുടെ പ്രാർത്ഥനയാക്കുക. 3:22. ഇതാ, ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു. നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും, അതായത് അന്യദേവന്മാരുടെ പുറകെ പോയതെല്ലാം വ്യർത്ഥം. ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. നിന്നിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ കർത്താവേ. ലജ്ജാവിഗ്രഹങ്ങളോ ഞങ്ങളുടെ യൗവനം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സമ്പാദ്യത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും തിന്നുകളഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയിൽ തന്നെ കിടക്കട്ടെ. ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ടുമില്ല. തുറന്നു സമ്മതിക്കുകയാണ്, കർത്താവേ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ. മറ്റു മാർഗങ്ങളിലൊക്കെ പോയതും മറ്റ് വിഗ്രഹങ്ങളിലൊക്കെ പോയി ഞങ്ങൾ ആശ്രയിച്ചതും പണത്തിന്റെ പുറകെ പോയതും ലോകത്തിന്റെ പുറകെ പോയതും എല്ലാം നഷ്ടം, അതെല്ലാം വ്യർത്ഥം. നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. നിന്നെ ചതിച്ചേച്ചു പോയതിന്റെ ലജ്ജ ഞങ്ങളെ മൂടിയിരിക്കുന്നു എന്നുള്ള തുറന്ന സമ്മതം. ഇങ്ങനെ തുറന്ന സമ്മതത്തോടെ പാപം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ അടുക്കൽ വരുമെങ്കിൽ കരുണാസമ്പന്നനായ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം, നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രയാസം, കാഠിന്യത സൗഖ്യപ്പെടുത്തി തരാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിച്ച് ഈ വചന ധ്യാനം അവസാനിപ്പിക്കാം. ദൈവവചനത്തോട് പൊതുവെയുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? അതിന് തടസ്സമായി നിൽക്കുന്ന ദ്രവ്യാഗ്രഹം, ഹൃദയത്തിന്റെ ശാഠ്യം, അസൗകര്യങ്ങളും ക്രൂശും എടുക്കുവാനുള്ള മടി, ഇവയെല്ലാം തുറന്ന് സമ്മതിക്കാം. കർത്താവേ, ഞാനൊരു ഭീരുവാണ്, ഞാനൊരു ലൗകികനാണ്, എനിക്ക് ശാഠ്യമൊക്കെ ഉണ്ട്, എൻ്റെ ഇഷ്ടത്തോടാണ് എനിക്കിഷ്ടം, ഞാൻ തന്നിഷ്ടക്കാരനാണ്, എന്നെ ഒന്ന് സൗഖ്യപ്പെടുത്തണമേ, യഥാർത്ഥ അനുസരണം ഹൃദയത്തിൽ നിന്ന് ഒഴുകുവാൻ ഇടയാകണമേ എന്നുള്ള തുറന്ന സമ്മതത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഈ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ആത്മീയതയുടെ ഏറ്റവും കാതലായ വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവേ, അങ്ങയുടെ വചനത്തോടെപ്പോഴും ഹൃദയകാഠിന്യം കൂടാതെ പ്രതികരിക്കുന്ന മാംസതമായ ഹൃദയമുള്ളവരായി മാറുവാൻ ഞങ്ങളെവരെയും അങ്ങ് കൃപയാൽ കടാക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ കർത്താവേ ലോകത്തോടുള്ള മോഹമുണ്ട് കർത്താവേ, ദ്രവ്യാഗ്രഹമുണ്ട് കർത്താവേ, തന്നിഷ്ടമുണ്ട് കർത്താവേ, അസൗകര്യവും ഭൂഷുമെടുക്കാനുള്ള മടിയുണ്ട് കർത്താവേ. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ
ഹൃദയങ്ങൾ ആരും കാണുന്നില്ല, അങ്ങ് കാണുന്നുണ്ട് കർത്താവേ. ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ അർപ്പിച്ച് ഞങ്ങളുടെ പാവം ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നു കർത്താവ്. ഇവിടെ വാഗ്ദത്തം നൽകിയതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കർത്താവെ എല്ലാ പിന്തിരിപ്പനും പിന്മാറ്റ അവസ്ഥയ്ക്കും സൗഖ്യം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദുഷാഠ്യം വിട്ടുമാറി ഞങ്ങളുടെ നടപ്പിനെ കർത്താവിന്റെ വചനത്തോട് കീഴ്പ്പെടുത്തി അങ്ങ് വെറുക്കുന്ന സകല മ്ലേച്ഛതയും വിട്ടൊഴിഞ്ഞ് അങ്ങയോട് കർത്താവെ താഴ്മയോടെ കർത്താവെ കീഴ്പ്പെടുത്തി ഞങ്ങളുടെ ഹൃദയം അതിൽ ശ്രദ്ധ വെച്ച് ഞങ്ങളുടെ ചെവികൾ അങ്ങയുടെ വചനത്തോട് ചാഞ്ഞു വരുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട വചനം സകല ഹൃദയങ്ങളിലും അനവധി രൂപാന്തരങ്ങൾ ഉളവാക്കി അങ്ങ് പ്രസാദിക്കുന്ന ഫലം കായ്ക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതി ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങൾ കർത്താവെ നീതിയുള്ള ദൈവമക്കളായി വളരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.